ആക്ഷൻ ക്രൈം ത്രില്ലർ സസ്പെൻസ് നോവൽ വേട്ടക്കാർ. വായിക്കുന്നത് നിങ്ങളുടെ മിഥുൻ. അധ്യായം 9. ഇരുട്ടിൽ കൺമിഴിച്ച് ഒരു നിമിഷം നിന്നുപോയി ഇന്ദ്രൻ. പാഞ്ചാലിയും ആ ചെറുപ്പക്കാരും എങ്ങോട്ട് പോയി? കണ്ണെത്തുന്ന അകലത്തൊന്നും ഒരു ചലനം പോലും കണ്ടില്ല. ഏതായാലും അധിക നേരം ഇവിടെ നിന്നുകൂടാ. ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് അവൻ തിരിഞ്ഞു നടന്നു. എന്നാൽ വീട്ടിലെത്തിയ അവൻ അമ്പരന്നുപോയി. കൊച്ചുവരാന്തയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിനരികിൽ കൃഷ്ണനും പാഞ്ചാലിയും സംസാരിച്ചിരുന്നു. പാറയുടെ അരികിൽ നിന്ന് ഇത്ര വേഗം പാഞ്ചാലി എങ്ങനെ ഇവിടെ എത്തി? വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കാതെ പാഞ്ചാലി പറഞ്ഞു, അല്പം ഭേദമായെന്ന് കരുതി രാത്രിയിലെ ഈ നടപ്പ് അത്ര നന്നല്ല കേട്ടോ. അത് ഞാൻ മറ്റാരും എന്നെ കാണാതിരിക്കാൻ. അവൻ വിക്കി. ആ സാരമില്ല, പാമ്പുകൾ ഏറെയുള്ള സ്ഥലമാ, സൂക്ഷിക്കണം. കൃഷ്ണനാണ് പറഞ്ഞത്. പാഞ്ചാലിയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ നിന്നു. അവളുടെ നെറ്റിയിൽ ഒരു ചുവന്ന വലിയ പൊട്ടുണ്ടായിരുന്നു. അത് അഗ്നി പോലെ എരിയുകയാണെന്ന് അവന് തോന്നി. ഇവൾ വല്ല മന്ത്രവാദിനിയുമാണോ? അവൻ ചിന്തിച്ചു. എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പാഞ്ചാലിയുടെ ശബ്ദം അവനെ ഉണർത്തി. ഞാൻ പറയട്ടെ, ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നെക്കുറിച്ചല്ലേ? ഇന്ദ്രനിൽ അടുത്ത ഞെട്ടൽ. തന്റെ മനോവ്യാപാരം പോലും ഇവൾ തിരിച്ചറിയുന്നു. ഒന്നും മിണ്ടാതെ അവൻ അകത്തേക്ക് കയറി. കൃഷ്ണനും പാഞ്ചാലിയും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ഉറങ്ങുന്നതിനു മുൻപ് തന്നെ ഇന്ദ്രൻ ചിന്തിച്ചത് അമ്മയെയും അനുജത്തിമാരെയും കുറിച്ചാണ്. ശത്രുക്കളുടെ നടുവിലാണവർ. എത്രയും വേഗം അവർക്കടുത്തെത്താൻ അവൻ ആഗ്രഹിച്ചു. പിറ്റേന്ന് രാവിലെ ഇന്ദ്രനെ വിളിച്ചുണർത്തിയത് പാഞ്ചാലിയാണ്. അവൻ കണ്ണു തുറന്നപ്പോൾ തൊട്ടരികിൽ അവളുടെ മുഖം. കുളിച്ച് കുരുതൊട്ട് ഒരു ദേവാംഗനയെ പോലെ. പാവാടയും ബ്ലൗസും ഹാഫ് സാരിയുമായിരുന്നു വേഷം. ഒന്ന് വാരിപ്പുണർന്ന് ആ ചെഞ്ചുണ്ടിലും കവിളത്തും മാറത്തുമൊക്കെ ഉമ്മ വെച്ച് പോകാൻ തോന്നിപ്പോകും വിധം പ്രേമലോലുപയായ ഭാവത്തിലാണ് നിൽപ്പ്. കണ്ണുകളിൽ കുഞ്ഞു നക്ഷത്രങ്ങളുടെ തിളക്കം. കള്ളൻ, അരുതാത്തതൊന്നും തോന്നണ്ട കേട്ടോ. അവൾ ചിരി കടിച്ചമർത്തി. അവന് ജാള്യത തോന്നി. വേഗം എഴുന്നേറ്റ് വാ, ഇന്നൊരു പുതിയ ചികിത്സയാണ് അച്ഛൻ ഒരുക്കിയിരിക്കുന്നത്, അവൾ പറഞ്ഞു. അവൻ എഴുന്നേറ്റു. അവളിൽ നിന്ന് സുഖകരമായ ഒരു ഗന്ധം തന്നിലേക്ക് വ്യാപിക്കുന്നത് അവൻ അറിഞ്ഞു. കൊച്ചുകുട്ടിയെ എന്ന വണ്ണം പിന്നിൽ നിന്ന് അവനെ തള്ളിക്കൊണ്ട് അവൾ തിണ്ണയിലെത്തി. കൃഷ്ണൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ദ്ര, ആറ്റിൽ പോയി ശരീരം ഒന്ന് ശുദ്ധിയാക്കിയിട്ട് വാ. അപ്പോഴേക്കും പാഞ്ചാലി തുവർത്തും ഇഞ്ചയും കൊണ്ടുവന്ന് കൊടുത്തു. കുസൃതിക്കാരിയായ ഒരു 10 വയസ്സുകാരിയുടെ ഭാവമായിരുന്നു അപ്പോൾ അവൾക്ക്. പരുത്തിത്തോട്ടത്തിന് നടുവിൽ അവൻ മറയുന്നത് വരെ അവൾ നോക്കി നിന്നു. കബനി നദിയിൽ ഒന്ന് മുങ്ങിക്കയറി ഇന്ദ്രൻ തിരിച്ചെത്തി. അകത്തെ മുറിയിൽ വെച്ചായിരുന്നു ചികിത്സ. കാണുമ്പോൾ ചിലപ്പോൾ അറപ്പ് തോന്നും, പക്ഷേ ഒന്നും വിചാരിക്കാതെ അനുസരിക്കണം. കൊളവള്ളിയുടെ രക്ഷകന് ഒരു ആനയുടെ കരുത്ത് കിട്ടാനുള്ള ഒരു ചികിത്സയാണിത്. പാഞ്ചാലി മുന്നറിയിപ്പ് നൽകി. അതോടെ ഇന്ദ്രന് നെഞ്ചിടിപ്പേറി. കൃഷ്ണന്റെ മുഖം ഗൗരവപൂർണമായിരുന്നു. അയാൾ മൂർച്ചയുള്ള ഒരു വെട്ടുകത്തിയും തടിക്കഷ്ണവും എടുത്തു മുന്നിൽ വെച്ചു. അവിടെ ഇരിക്കി. ഒരു പലക കഷ്ണത്തിന് നേരെ കൈ ചൂണ്ടി. ഇന്ദ്രൻ അതിലിരുന്നു. പാഞ്ചാലി വലിയൊരു വോട്ട് ഗ്ലാസ് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. കൃഷ്ണൻ അടുത്തിരുന്ന മൂടിക്കെട്ടിയ സഞ്ചിയടിച്ച് അകത്തേക്ക് കൈകടത്തി. ഇന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. കൃഷ്ണൻ ഒരു ജീവിയെ പുറത്തെടുത്തു. എന്താ ഇത്? ഇന്ദ്രൻ എഴുന്നേൽക്കാൻ ഭാവിച്ചു. അവിടെ ഇരിക്കാൻ, ഉടുമ്പാണിത്. പറയുന്നതിനിടയിൽ തന്നെ കൃഷ്ണൻ അതിന്റെ കഴുത്ത് തടിയിലേക്ക് അമർത്തി. പിന്നെ വെട്ടുകത്തിയെടുത്ത് ഒറ്റ വെട്ട്. തല തെറിച്ചു വീണ് പിടഞ്ഞു. ഇന്ദ്രൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ചോര ചീറ്റി. കൃഷ്ണൻ അത് വോട്ട് ഗ്ലാസിലേക്ക് വീഴ്ത്തി. ഉടുമ്പിന്റെ ഉടൽ കൃഷ്ണന്റെ കയ്യിൽ വെട്ടിപ്പിടഞ്ഞ് തുള്ളിക്കൊണ്ടിരുന്നു. 2 കൈകൊണ്ടും കൃഷ്ണൻ അതിനെ ബലമായി തലകീഴായി തൂക്കിപ്പിടിച്ചു. ചോര ഒട്ടും പുറത്തു പോകാതെ ഗ്ലാസിലേക്ക് വീഴ്ത്തുകയാണ്. അവസാന തുള്ളിയും വീണു കഴിഞ്ഞപ്പോൾ ഉടുമ്പിന്റെ ഉടൽ സഞ്ചിക്ക് മുകളിലേക്ക് മാറ്റിയിട്ട് ചോര നിറഞ്ഞ ഗ്ലാസ് എടുത്ത് ഇന്ദ്രനെ നീട്ടി. നീ കണ്ണു തുറക്കണ്ട, ഒറ്റപ്പിടിക്ക് അകത്താക്കണം. അയാൾ ഗ്ലാസ് അവന്റെ കയ്യിൽ പിടിപ്പിച്ചു. അവന്റെ കൈ വിറച്ചു. ഇതാണോ വൈരനെ കുത്തിയ ധൈര്യശാലി? ചങ്കൂറ്റമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ യാതൊരു മടിയുമില്ല. ഇയാളുടെ ധൈര്യമൊക്കെ വെറും പടമാ അല്ലേ? പാഞ്ചാലിയുടെ പരിഹാസം ഒരാവേശമായി അവന്റെ സിരകളിൽ പുളഞ്ഞിറങ്ങി. ഇന്ദ്രന്റെ മുഖം മുറുകി. ഗ്ലാസ് അവൻ ചുണ്ടോടടുപ്പിച്ചു. പച്ചച്ചോരയുടെ ഗന്ധം. കാര്യമാക്കിയില്ല. ഒറ്റവലിക്ക് ഗ്ലാസ് അകത്താക്കി. മിടുക്കൻ. കൃഷ്ണൻ അഭിനന്ദിച്ചു. പക്ഷേ ഇന്ദ്രൻ ഒന്ന് ഓക്കാനിച്ചു. ഛർദ്ദിച്ചു കളയല്ലേ, പാഞ്ചാലിയുടെ മുന്നറിയിപ്പ്. ഇന്ദ്രൻ ഒന്ന് നിവർന്നിരുന്നു. ചികിത്സ കഴിഞ്ഞോ? ഇല്ല, നീ കണ്ണടച്ചിരുന്നോളൂ. കൃഷ്ണൻ ഉടുമ്പിന്റെ തലയെടുത്തു. വായ് പിളർത്തി നാവ് മുറിച്ചെടുത്തു. പാഞ്ചാലി ഒരു പൂവൻ പഴമെടുത്ത് നടുവേ പകുതി കീറി.
കൃഷ്ണൻ ഉടുമ്പിന്റെ നാവ് അതിനുള്ളിൽ തിരുകി പഴം ചേർത്ത് വെച്ചു. അനന്തരം ഇന്ദ്രന് കൊടുത്തു. പൂവൻ പഴമാണ്, ചവയ്ക്കാതെ വിഴുങ്ങണം. അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും അവനത് വിഴുങ്ങി. മിടുക്കൻ, ഇനി എഴുന്നേറ്റോളൂ. അവൻ കണ്ണു തുറന്നു. ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് എഴുന്നേറ്റു. ഇനി ശരീരം നന്നായി വിയർക്കുന്നതുവരെ ഓടണം. ഒന്ന് മൂളിയിട്ട് പരുത്തിത്തോട്ടത്തിലൂടെ അവൻ വേഗത്തിൽ ഓടി. അവസാനം കിതപ്പോടെ ഒരിടത്തിരിക്കുമ്പോൾ പരുത്തിച്ചെടികൾക്കിടയിൽ മറ്റെന്തോ പച്ചിലച്ചെടികൾ കണ്ടു. നാട്ടിലെ ബന്ധിച്ചെടിയുടെ ഇലയോട് സാദൃശ്യമുള്ളതെന്തോ. അവൻ അതിലെ ഇല പറിച്ച് ഞെരടി മണപ്പിച്ചു നോക്കി. പാഞ്ചാലിയുടെ വീട്ടിൽ താൻ കിടന്നിരുന്ന മുറിയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ ഗന്ധം. ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞു. കഞ്ചാവ്. അപ്പോൾ അവിടെ ചാക്കിൽ അടുക്കി വെച്ചിരിക്കുന്നത് അതാണ്, കഞ്ചാവ്. കൃഷ്ണനും പാഞ്ചാലിയും കഞ്ചാവ് കൃഷിക്കാരാണോ? അവന് വല്ലായ്മ തോന്നി. 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. പത്തനാപുരത്ത് കാര്യമായി വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും തന്റെ ജീപ്പും ഡ്രൈവറും കത്തിയെരിയാൻ കാരണക്കാരനായവനെ തേടി ബാങ്കർ സത്യനേശിന്റെ ആളുകൾ പരക്കം പായുകയായിരുന്നു. അതുപോലെ തന്നെ തന്റെ പെങ്ങളുടെ ഘാതകരെ എങ്ങനെ വകവരുത്താം എന്ന കരുത്ത ചിന്തയിലായിരുന്നു ശിവജി. ഗുണ്ടാത്തലവൻ ജാക്കി വാസുവാണ് അവരുടെ ശക്തി ദുർഗം. ആദ്യം അതില്ലാതാക്കണം. എന്നിട്ട് ചതുരംഗ പലകയിലെ ഒരു കാലാളായി വെട്ടിയും തിരിഞ്ഞും മുന്നിലെത്തണം. അതാണ് അവസാനമായി ശിവജി തീരുമാനിച്ചത്. മനസ്സുകൊണ്ട് എപ്പോഴേ ഒരുങ്ങിക്കഴിഞ്ഞു അവൻ. ഇനി വേണ്ടത് സാഹചര്യം. അനുകൂലമായത് വന്നു ചേരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ തേടിക്കൊണ്ടിരുന്നത് ജാക്കി വാസുവിന്റെ ദിനചര്യകളെക്കുറിച്ചാണ്. കൃത്യമായി അങ്ങനെ ഒന്നുമില്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ വകയാറുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്നുണ്ടെന്ന് വിവരം കിട്ടി. അവൻ ആ സ്ത്രീയുടെ വീടും പരിസരവും മനഃപാഠമാക്കി. റോഡിന് കിഴക്ക് വശത്ത് അല്പം താഴ്ന്ന പ്രദേശത്താണ് അവളുടെ വീട്. അവിടെ വാഴത്തോട്ടമാണ്. അതുകൊണ്ട് ഒളിഞ്ഞിരിക്കാനും പറ്റിയ സ്ഥലം. മെയിൻ റോഡിൽ വണ്ടിയിട്ടതിന് ശേഷമേ വാസുവിന് അവളുടെ വീട്ടിൽ പോകാൻ കഴിയൂ. ശാന്ത, അതാണ് അവളുടെ പേര്. വകയാർ ശാന്ത എന്നാണ് ആളുകൾ വിളിക്കുന്നത്. ഭർത്താവ് മരിച്ചതാണെന്നും അതല്ല അവളെ ഉപേക്ഷിച്ചു പോയതാണെന്നുമാണ് ആളുകളുടെ സംസാരം. കാര്യമെന്തായാലും ഇപ്പോഴത്തെ അവളുടെ പ്രധാന ആൾ ജാക്കി വാസു തന്നെയാണ്. രാത്രി 11 മണി കഴിഞ്ഞ് റോഡിൽ ടിപ്പർ ലോറി വന്നു നിന്നു. നീ ഇവിടെ ഇരുന്നാ മതി, കിളിയോട് പറഞ്ഞിട്ട് ഒരു ബീഡി കത്തിച്ചുകൊണ്ട് വാസു റോഡിലേക്ക് ചാടി. ഇത് കൊണ്ടുപോകുന്നില്ലേ? ക്ലീനർ ഒരു വലിയ പൊതിയെടുത്ത് നീട്ടി. ഓഹ്, മറന്നു. കൈലി മടക്കി കുത്തി പൊതിയും വാങ്ങി ബീഡി ആഞ്ഞു വലിച്ചുകൊണ്ട് വാസു വാഴത്തോട്ടത്തിലൂടെ നടന്നുപോയി. വീതി കുറഞ്ഞ ഒരു നടവരമ്പാണത്. മങ്ങിയ നിലാവെളിച്ചത്തിൽ വാഴപ്പാത്തിയിലെ വെള്ളത്തിന്റെ തിളക്കം കാണാം. വാഴത്തോപ്പിനോട് ചേർന്നുള്ള കൊച്ചു വീട്ടിലാണ് വഴി അവസാനിച്ചത്. അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ ജാക്കി വാസു ആഞ്ഞെന്ന് തൊഴിച്ചു. ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോടെ നായിന്റെ മോളെ. ആരാ? അകത്തു നിന്ന ശബ്ദം. നിന്റെ തന്ത. പെട്ടെന്ന് അകത്ത് വിളക്ക് തെളിഞ്ഞു. വാതിൽ തുറക്കപ്പെട്ടു. മണ്ണുള്ള വിളക്ക് തലയ്ക്കുമീതെ ഉയർത്തിപ്പിടിച്ച് ശാന്ത നോക്കി. ഇങ്ങനെ ചവിട്ടി ചവിട്ടി വാതില് പൊളിഞ്ഞു വീഴാറായി. വാസു ഒന്ന് ചിരിച്ചു. ലുങ്കിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. അധികം തടിയില്ലാത്ത എണ്ണക്കറുപ്പുള്ള ശരീരമായിരുന്നു ശാന്തയുടേത്. വിടർന്ന ചുണ്ടുകളും ഒരു സമുദ്രം കോരിക്കുടിക്കാൻ ദാഹം തിളങ്ങുന്ന വിടർന്ന കണ്ണുകളും. കരണ്ടില്ലേടി? അകത്തേക്ക് കയറുന്നതിനിടയിൽ വാസുവിന്റെ ചോദ്യം. 2 ദിവസമായി പോയിട്ട്. അവൾ വാതിൽ ചാരി. കട്ടിലും മേശയും കസേരയുമൊക്കെ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. വിളക്ക് മേശപ്പുറത്ത് വെച്ചിട്ട് ശാന്ത മുടി പിന്നിൽ കെട്ടി. ഇന്നാ. വലിയ പൊതിക്കെട്ട് അയാൾ നീട്ടി. അവളത് വാങ്ങി തുറന്നു. അരക്കുപ്പി റം, പൊറോട്ടയും പൊരിച്ച ചിക്കനും. ആവശ്യത്തിന് വാരിക്കേറ്റി. പിന്നെ എനിക്ക് യാക്കമല്ലേ? അവൾ ചരിഞ്ഞു നിന്നുകൊണ്ട് കിടക്കയിലിരുന്ന വാസുവിനെ നേരെ കടക്കണ്ണെറിഞ്ഞു. മുടിഞ്ഞോളെ, നീ ഒടുക്കത്തെ നിൽപ്പെങ്ങനെ നിൽക്കാതെ? അവളൊന്ന് കുലുങ്ങി ചിരിച്ചു. മാറിടങ്ങൾ ഇളകി. ഇങ്ങി വാ, അയാൾ കയ്യാട്ടി വിളിച്ചു. ഗ്ലാസും വെള്ളം എടുക്കണ്ടേ? പണ്ടാരമടക്ക്. ശാന്ത ഉത്സാഹത്തോടെ അടുക്കളയിലേക്ക് പോയി. 2 ഗ്ലാസുകളും ഒരു പൊന്തയിൽ വെള്ളവും കൊണ്ടുവന്നു. അവൾ തന്നെ റം ഗ്ലാസുകളിലേക്ക് പകർന്നു. വെള്ളം ചേർത്തു. ഒരു ഗ്ലാസ് വാസുവിനും മറ്റൊന്ന് തനിക്കും എടുത്തു. വലിയ ആളുകളെ കൊടുക്കുന്നതിന് മുമ്പേ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ വാസുവണ്ണ, എന്താ അത്? വാസു പറഞ്ഞത് ഒരു തെറിയാണ്. ചിരിച്ചുകൊണ്ട് അവളത് ഏറ്റു പറഞ്ഞു. പിന്നെ ഒറ്റ വലിക്ക് ഗ്ലാസ് കാലിയാക്കി. ഹോ! മുഖമൊന്ന് ചൂളിച്ചിട്ട് അവൾ ചിക്കൻ കാലെടുത്തു. കടിച്ചു പറിച്ചു. വാസു മദ്യം കഴിച്ചു. ശാന്ത അയാൾക്കടുത്തേക്ക് ചെന്നു. കൈ കഴുകിച്ചു വാടി. അവൾ മൊന്തയിൽ കൈയിട്ട് കഴുകി. കൈലിൽ തുടച്ചുകൊണ്ട് അയാളുടെ അടുത്ത് വന്ന് കട്ടിലിൽ ഇരുന്നു. ഈ നാട്ടുകാർക്ക് ഞാനിവിടെ വരുന്നതിലെ കിരുകിരിപ്പ് മാറിയോടി. പിന്നല്ലാതെ. വാസുവണ്ണനെ പേടിയില്ലാത്തവര് ഈ ജില്ലയിൽ കാണുമോ? അവൾ കൊഞ്ചി. പിന്നെ എനിക്ക് 2 ബ്ലൗസിന് തുണി വേണം. നിനക്കെന്തിനാടി ബ്ലൗസ്? വാസു അവളുടെ അരക്കെട്ടിൽ കൈ ചുറ്റി തന്നോട് ചേർത്തമർത്തി.
ഉള്ള ബ്ലൗസ് കൂടി ഞാൻ കീറിക്കളയാൻ പോകുമ്പോഴാ ഈ വാസുവണ്ണന്റെ ഒരു കാര്യം. അവളൊന്ന് പുളഞ്ഞു. പിന്നെ അയാളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ച് ഇരുവരും കട്ടിലേക്ക് മറഞ്ഞു. വാസുവിന്റെ കനത്ത മീശ അവളുടെ കവിളിലും ചുണ്ടിലും കഴുത്തിലും ഇഴഞ്ഞു. ശാന്ത ഇക്കിളി പോണ്ട് ചിരിച്ചു. വാസുവണ്ണ, വിളക്ക് അതവിടെ ഇരിക്കട്ടെ. ശോ. തന്റെ വസ്ത്രങ്ങൾ മേനിയെ വിട്ടുപോകുന്നതറിഞ്ഞ് അവൾ കണ്ണുകൾ ഇറക്കിയടച്ചു. പുറത്തൊരു കാറ്റ് വീശി. വാഴയിലകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം. വാസുവും ശാന്തയും പരിസരം മറന്നു. അവസാനം കിടന്നുകൊണ്ട് തന്നെ തലയിണക്കടിയിൽ നിന്ന് ഒരു ബീഡിയെടുത്ത് ചുണ്ടത്ത് വെച്ചു വാസു. ശാന്ത ഒരു വശം ചരിഞ്ഞു കിടക്കുകയായിരുന്നു. മുടിഞ്ഞോളെ, നീ ഉറങ്ങിയോ? പുകയൂതുന്നതിനിടയിൽ അയാൾ തിരക്കി. അവൾ മുഖം ഒന്നുകൂടി അയാളുടെ കഴുത്തിന് കീഴെ ഒളിപ്പിച്ചു. കലാപരിപാടികൾ തീർന്നോ? പെട്ടെന്നൊരു ശബ്ദം. ഒറ്റ കുതിപ്പിന് അരയിൽ കൈലി ചുറ്റിക്കൊണ്ട് വാസു ചാടി എഴുന്നേറ്റു. ആരാടാ അത്? അനക്കമില്ല. ഞെട്ടിത്തെറിച്ച ശാന്ത തന്റെ വസ്ത്രം വലിച്ചെടുത്ത് മാറുമറച്ചു. ഏത് നായിന്റെ മോനാടാ ചോദിച്ചത്? നായിന്റെ മോനല്ല, മനുഷ്യന്റെ മോൻ തന്നെയാടാ. അടുക്കള വാതിൽക്കൽ ഒരാൾ. വാസുവിന്റെ കണ്ണ് തള്ളി. മുഖത്ത് നിറയെ ചാരം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു അവൻ. ആരടാ നീ? വാസു പെട്ടെന്ന് തലയിണ ഉയർത്തി എന്തോ തിരഞ്ഞു. ഇതാണോ നോക്കുന്നത്? അവൻ ഒരു കഠാര ഉയർത്തി കാണിച്ചു. വാസു വീണ്ടും കിടുങ്ങി. അയ്യോ, ഓടിവായോ! ശാന്ത നിലവിളിച്ചു. പട്ടിച്ചി, മിണ്ടരുത്! അവൻ കഠാര നീട്ടി. ശാന്തയുടെ നിലവിളി മുറിഞ്ഞു. അപ്രതീക്ഷിതമായി വാസു ഒന്ന് കുതിച്ചു. അവന്റെ കയ്യിൽ നിന്ന് കഠാര അടുക്കളയിലെ ഇരുട്ടിലേക്ക് വീണു. തുടർന്ന് മല്ലയുദ്ധം. ശാന്ത പിന്നെയും നിലവിളിച്ചു. അടിവയറ്റിൽ ചവിട്ടുകൊണ്ട് വാസു പിന്നോട്ട് മലർന്നു. അയാളുടെ കൈതട്ടി മണ്ണെണ്ണ വിളക്ക് തറയിൽ മറിഞ്ഞ് അണഞ്ഞു. സർവത്ര അന്ധകാരം. വാസു ഇരുട്ടിൽ കൈ വീശിയടിച്ചു. ശത്രുവിന്റെ സ്ഥാനം പിടികിട്ടുന്നില്ല. പക്ഷേ കസേര കൊണ്ട് വാസുവിന് ആഞ്ഞൊരടി കിട്ടി. അലറിക്കൊണ്ടയാൾ വാതിൽ വലിച്ചു തുറന്ന് പുറത്തു ചാടി. പിന്നാലെ അവനും. നടവരമ്പിലൂടെ വാസു ഓടി. തൊട്ടു പിന്നിലുണ്ടവൻ. ചെളിയിൽ വാസുവിന്റെ കാൽ വഴുതി. വാഴവാരത്തിൽ മുഖമടിച്ച് അയാൾ വെള്ളത്തിലേക്ക് വീണു. പിന്നാലെ വന്നവൻ ഒപ്പം എടുത്തു ചാടി. നായേ! വാസുവിനെ അവൻ വെള്ളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. കൈകാലടിച്ച് വാസു പിടഞ്ഞു. വെള്ളം തെറിച്ചു. ഒരു ചീങ്കണ്ണി തലയിൽ കടിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്തിയവന്റെ പ്രാണന് വേണ്ടിയുള്ള പിടച്ചിൽ പോലെ. അടുത്ത നിമിഷം തലമുടിയിൽ കുത്തിപ്പിടിച്ച് വാസുവിന്റെ തല അവൻ മുകളിലേക്ക് ഉയർത്തി. വായിലും മൂക്കിലുമെല്ലാം വെള്ളവും ചെളിയും കയറിയ വാസു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ കേട്ടു. ചാകുന്നതിന് മുൻപേ നീ ഇതൊന്നും അറിയണം. ഞാൻ ശിവജി, ശകുന്തളയുടെ സഹോദരൻ. എന്റെ പെങ്ങളെ നീ ഓർക്കുന്നുണ്ടല്ലോ അല്ലടാ പന്ന മോനെ? അവളെ പിച്ചു ചിന്തിയപ്പോ ഇങ്ങനൊരു മറുപടി നീ കരുതിയില്ല അല്ലേടാ? വാസു എന്തോ പറയാൻ ഭാവിച്ചു. കഴിഞ്ഞില്ല. അതിനു മുൻപ് ശിവജി വീണ്ടും ആ തല വെള്ളത്തിലേക്ക് താഴ്ത്തി. കഴുത്തിൽ ചവിട്ടി ചെളിയിലേക്ക് അമർത്തി. താഴുന്നത്രയും ഭാഗത്തേക്ക്. വാസു വെള്ളത്തിൽ കൈകാലുകൾ അടിച്ച് പിടഞ്ഞുകൊണ്ടിരുന്നു. അധ്യായം 10. നേരം പുലരുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ഹോൺ നീട്ടിയടിച്ചുകൊണ്ട് പാഞ്ഞു പോയപ്പോൾ ടിപ്പർ ലോറി ഒന്ന് കുലുങ്ങിയതുപോലെ തോന്നി. ക്ലീനർ ഗോപാലൻ ഞെട്ടി ഉണർന്ന് ചുറ്റും പകച്ചു നോക്കി. ക്യാബിനിൽ തന്നെ ചരിഞ്ഞു കിടന്ന് ഉറങ്ങുകയായിരുന്നു അവൻ. നേരം പുലരുകയാണെന്ന് കണ്ടപ്പോൾ അവന്റെ നെറ്റി ചുളിഞ്ഞു. നല്ല തണുപ്പുണ്ട്. ഒരിക്കലും വാസുവണ്ണൻ ഇത്രയും താമസിച്ചിട്ടില്ല. വെള്ളമടിച്ച് ആ അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങി കാണും. പിറുപിറുത്തുകൊണ്ട് അവൻ വാഴത്തോപ്പിലേക്ക് നോക്കി. ഇല്ല, ആരും വരുന്നില്ല. ഇനി കൂടുതൽ നേരം കാത്തിരുന്നാൽ കുഴപ്പമാകും. ആളുകൾ പ്രശ്നമുണ്ടാക്കും. അവൻ റോഡിലേക്ക് ഇറങ്ങി. വാഴത്തോപ്പിനടുത്തേക്ക് മാറിയിരുന്ന് മൂത്രമഴിച്ചു. അത് കഴിഞ്ഞിട്ടും വാസു വന്നില്ല. അങ്ങോട്ട് പോയി വിളിച്ചുണർത്തുന്നത് തന്നെയാണ് നല്ലത്. അവൻ നടവരമ്പിലൂടെ ശ്രദ്ധിച്ച് നടന്നു. നല്ല വഴുവഴുക്കലുണ്ട്. പകയാർ ശാന്തയുടെ മുറ്റത്തെത്തി. അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ തട്ടി വിളിച്ചു. വാസുവണ്ണ, വാസുവണ്ണ. അല്പം കഴിഞ്ഞാണ് വാതിൽ തുറക്കപ്പെട്ടത്. ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമിക്കൊണ്ട് ശാന്ത ഒന്ന് ചിരിച്ചു. ആഹാ, ഗോപാലനായിരുന്നോടാ? എന്താടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത്? ഇത് നല്ല കൂത്ത്. വാസുവണ്ണനെ വേഗം വിളിക്ക്. നേരം വിളിക്കും മുൻപേ ആറ്റിങ്ങൽ കൊണ്ട് പോകണ്ടേ ടിപ്പർ? ശാന്തയുടെ നെറ്റി ചുളിഞ്ഞു. നീ ഇപ്പം എവിടെന്നാ വരുന്നത്? റോഡിന്ന്. രാത്രി മുഴുവൻ അവിടെ കിടക്കുമല്ലായിരുന്നോ? വാസുവണ്ണൻ അങ്ങ് വന്നില്ലേടാ? ശാന്തയുടെ ശബ്ദത്തിൽ ഒരു വിറയൽ. വന്നെങ്കിൽ പിന്നെ ഞാനിങ്ങോട്ട് വരുമോ? ശാന്തയുടെ മനസ്സിൽ രാത്രിയിലത്തെ സംഭവം തെളിഞ്ഞു. അവളുടെ ശരീരത്തിലെ മുഴുവൻ ഞരമ്പുകളും പിടച്ചു തള്ളി. ചതിച്ചോ ഭഗവാനെ? എന്താ ശാന്തേ? ഒന്നുമില്ല. അങ്ങേര് രാത്രി തന്നെ ഇവിടുന്ന് പോയല്ലോ. പിന്നെന്തിയേ? അത് തന്നെയായിരുന്നു ശാന്തയുടെയും ചിന്ത. വാസുവിന് ആപത്തൊന്നും സംഭവിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ നന്നായി പ്രകാശം വീണു കഴിഞ്ഞു. ഞാൻ റോഡിലോട്ട് പോകുക. ഗോപാലൻ തിരിഞ്ഞു നടന്നു. സംശയത്തോടെ ശാന്ത മുറ്റത്തേക്കിറങ്ങി. നടവരമ്പിലൂടെ എന്തോ പിറുപിറുത്തുകൊണ്ട് നടന്ന ഗോപാലൻ പെട്ടെന്ന് നിന്നു.
കലങ്ങിക്കിടക്കുന്ന വാഴപ്പാത്തിയിലേക്ക് അവൻ തുറച്ചു നോക്കി. അവിടെ ചേറ് പറ്റിപ്പിടിച്ച ഒരു കയ്യും കാലും വെള്ളത്തിനു മീതെ വാഴത്തട പോലെ കിടക്കുന്നു. ഒറ്റ അലർച്ചയായിരുന്നു ഗോപാലൻ. അത് പൂർത്തിയാകും മുമ്പ് അവൻ വാണം പോലെ പാഞ്ഞു. 9 മണി കഴിഞ്ഞു പോലീസ് എത്തിച്ചേർന്നപ്പോൾ. വകയാർ ഭാഗത്തെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം വാഴത്തോപ്പിനരികിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ടിപ്പർ ലോറിക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഗോപാലൻ. നീ അവിടുന്ന് പുറത്തിറങ്ങിയാൽ അപ്പ കാച്ചിക്കളയും. കുറെ പേർ അവനെ വളഞ്ഞു വെച്ചിരിക്കുകയാണ്. നിന്റെയും വാസുവിന്റെയും പരിപാടികൾ ഇന്ന് ഞങ്ങൾ പൊളിച്ചെടുക്കും. ഗോപാലൻ സെൽഫോൺ എടുത്ത് വിശ്വനെ വിളിക്കാൻ നോക്കിയപ്പോൾ അതിൽ ചാർജുമില്ല. കോന്നി പോലീസ് വാഴപ്പാത്തയിലെ ആദ്യ രംഗത്തിന്റെ പടമെടുത്ത ശേഷം ശരീരം ഉയർത്തി. മുഖത്ത് ചെളിയും അതിന്റെ കറയും പറ്റിപ്പിടിച്ചിരുന്നതിനാൽ ആദ്യം ആളിനെ വ്യക്തമായില്ല. എന്നാൽ ടിപ്പറിനുള്ളിൽ നിന്ന് ഗോപാലനെ ഇറക്കി ശവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ വാസുവിനെ തിരിച്ചറിഞ്ഞു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ശാന്തയുടെ അരികിൽ വന്നതാണെന്ന് വ്യക്തമായി. അതോടെ ശാന്തയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാസുവിന്റെ ഷർട്ടും കഠാരയും മറ്റും ചില സാധനങ്ങളും തൊണ്ടിയാക്കി. തന്റെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവം കരഞ്ഞുകൊണ്ട് ശാന്ത വിശദീകരിച്ചു. അതൊക്കെ പിന്നെ പറഞ്ഞാ മതിയടി. വനിതാ പോലീസ് അവളെ റോഡിലേക്ക് നടത്തി. വാസുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ബാങ്കർ സത്യനേശനും വിശ്വനും വീട്ടിൽ തിരിച്ചെത്തി. ഇരുവരുടെയും മുഖം ചിന്താകുലമായിരുന്നു. വന്ന് കയറിയ പാടെ സത്യനേശൻ ഫ്രിഡ്ജിൽ നിന്ന് കുറെ ഐസ് ക്യൂബുകൾ എടുത്ത് ഒരു ഗ്ലാസിൽ മുക്കൽ ഭാഗത്തോളം ഇട്ടു. പിന്നെ അതിലേക്ക് ജോണി വാക്കറിന്റെ ബോട്ടിൽ തുറന്ന് ചരിച്ചു. ഒരിറക്ക് കുടിച്ച ശേഷം അതുമായി ലിവിംഗ് റൂമിലെത്തി. വിശ്വൻ അവിടെയുണ്ടായിരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യനേശന്റെ മുഖം ചുവന്നു. വാസുവിനെ പോലെ ഒരാളെ ഇത്ര മൃഗീയമായിട്ട് കൊല്ലുക. 1-2 പേരെ കൊണ്ട് ഇത് കഴിവില്ല വിശ്വ. എനിക്കുറപ്പാ നമുക്കെതിരെ ഒരു പട തന്നെയുണ്ട്. അയാൾ ഗ്ലാസ് വീണ്ടും ചുണ്ടോട് ചേർത്തു. പക്ഷേ ആ ശാന്ത പോലീസ് എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ടും ഒരാളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. സത്യനേശൻ അമർത്തി മോളി. അതൊരു പക്ഷേ സത്യമായിരുന്നിരിക്കട്ടെ. പുറത്തെ ഇരുട്ടിൽ ബാക്കിയുള്ളവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നിരിക്കണം. അത് ശരിയായിരിക്കുമെന്ന് വിശ്വനും തോന്നി. വാസു ഒപ്പമുള്ളപ്പോൾ അതൊരു ബലമായിരുന്നു. മറ്റു എത്ര പേർ കൂടെയുണ്ടെന്ന് പറഞ്ഞാലും വാസുവിന് പകരമാവില്ല. ശത്രു പിന്നാലെയുണ്ടോ? അറിയാതെ ഒരു ഭീതി അയാളെയും ഗ്രസിച്ചു തുടങ്ങി. സമീപത്തെങ്ങോ ചാവ് മടക്കുന്നത് പോലെ ഒരു തോന്നൽ. നീ പേടിക്കണ്ട, മകന്റെ മനസ്സ് വായിച്ചതുപോലെ സത്യനേശൻ പറഞ്ഞു. ശത്രുക്കൾ ഉണ്ടാകുന്നതാ എപ്പോഴും നല്ലത്. എങ്കിലേ നമുക്ക് കരുതലുണ്ടാകൂ. എവിടെ മറഞ്ഞിരുന്നാലും ഒരു നാൾ ശത്രുവിന് മുന്നിൽ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. വരട്ടെ. സത്യനേശൻ SP ഓഫീസിലേക്ക് വിളിച്ചു. എത്രയും വേഗം കൊലയാളികളെ കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു. കൊളവള്ളിയിൽ സുഗുണന്റെ വീട്ടിൽ സുശീലയും പെൺമക്കളും ആകെ മടുത്തു. ഏതു നേരവും കാർത്തിയാനിയുടെ കുത്തുവാക്കുകളാണ്. താനും മക്കളും അവരുടെ അധ്വാനം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന ധ്വനി ഓരോ വാക്കിലും ഉണ്ടെന്നത് സുശീലയെ കൂടുതൽ വേദനിപ്പിച്ചു. ഇന്ദ്രനെ ഇനി ഒരിക്കലും കാണാനാവില്ലെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ചാക്കോയും മറ്റു പലരും മിക്ക ദിവസങ്ങളിലും അവിടെ വരികയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പതുക്കെ പതുക്കെ അതും നിലച്ചു. ഇപ്പോൾ ഇന്ദ്രൻ അവർക്കൊക്കെ ഒരു ഓർമ്മയായി. മാത്രമല്ല കൊളവള്ളിയുടെ നിയന്ത്രണം മാസ്തിയുടെയും കൂട്ടരുടെയും കയ്യിലാണ്. അന്ന് രാവിലെ കഞ്ഞു കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാർത്തിയാനി സുശീലയുടെ മുഖത്തു നോക്കി തീർത്തു പറഞ്ഞു, ചേട്ടത്തി എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ഇനി ഇത് പറ്റത്തില്ല. പെട്ടെന്ന് ഇറങ്ങിപ്പോകാനൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ മേലനങ്ങാതെ ജീവിക്കാൻ ഒക്കുമോ? അരുണയും ഇവിടത്തെ അങ്ങേരും എല്ലുമുറി പണിയെടുത്ത് നിങ്ങളെ തീറ്റിപ്പോറ്റണം എന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. കഴിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയിൽ ചാണകം വാരിയിട്ട അനുഭവമായിരുന്നു സുശീലയ്ക്ക്. അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കാർത്തിയാനിയും ഇളയ മകൾ രേഖയും വെട്ടിത്തിരിഞ്ഞു പോവുകയും ചെയ്തു. എന്തിനാ ഈശ്വര ഇങ്ങനെ പരീക്ഷിക്കുന്നത്? സുശീലയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആദ്യം കരുണേട്ടൻ, പിന്നിപ്പോൾ ഇന്ദ്രൻ മോൻ. ഞങ്ങളെ മാത്രം എന്തിനാ വെച്ചിരിക്കുന്നേ? സുശീലയും മക്കളും മുഖാമുഖം നോക്കി. വയറും മനസ്സും മരവിച്ചിരിക്കുന്നു. ഇതെന്തോ വർത്തമാനമാ അവര് പറഞ്ഞത്? പാത്രം തള്ളി നീക്കിക്കൊണ്ട് ഭദ്ര ചാടി എഴുന്നേറ്റു. നമ്മുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം അത്രയും കുഞ്ഞമ്മയുടെ കയ്യിൽ കൊടുത്തതല്ലേ? ഇന്ന് 2 കാര്യം ചോദിച്ചിട്ട് തന്നെ ബാക്കി. ഭദ്രേ, ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് സുശീല അവളെ ബലമായി പിടിച്ചിരുത്തി. നീ ഇത് എന്ത് ഭാവിച്ച? ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാൽ നമ്മൾ എങ്ങോട്ട് പോകും? തിരിച്ച് പത്തനാപുരത്തിന് ചെല്ലാൻ പറ്റുമോ? അതോ ആറ്റിൽ ചാടി ചാകുമോ? നമ്മൾ റോഡിലേക്ക് ഒന്ന് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് വൈരന്റെ ആൾക്കാർ. ഭദ്രയ്ക്ക് അതിന് മറുപടിയില്ലായിരുന്നു. ലക്ഷ്മി പറഞ്ഞു, കുഞ്ഞമ്മ പറഞ്ഞതിലും കാര്യമില്ലേ? നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല. പിന്നെ? ഭദ്ര നെറ്റി ചുളിച്ചു. ജോലി ചെയ്യണം. എന്ത് ജോലി? ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്താലോ? നല്ലതാ. കൊളവള്ളിയിലോട്ട് ചെല്ല്. ട്യൂഷന് ക്യൂ നിൽക്കുകയായിരിക്കും പിള്ളേര്. അതോടെ അവളുടെ നാവടഞ്ഞു. സുഗുണനും അരുണയും അവിടെ ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിയും ഭദ്രയും കഞ്ഞി കുടിക്കാതെ എഴുന്നേറ്റു. സുശീല മക്കളുടെ പാത്രങ്ങളുമായി അടുക്കള ഭാഗത്തേക്ക് പോയി. അപ്പോൾ കാർത്തിയാനി പറയുന്നത് കേട്ടു. തിന്നാതെ കൊണ്ടു കളയുകയാ, നഷ്ടമുള്ള കാര്യമല്ലല്ലോ. സുശീല അത് കേട്ടതായി നടിച്ചില്ല.
അന്ന് രാത്രി അമ്മയും മക്കളും ഒരു തീരുമാനത്തിലെത്തി. നാളെ മുതൽ അരുണയോടൊപ്പം പണിക്ക് പോകുക. പക്ഷേ ലക്ഷ്മി പറഞ്ഞു, തൽക്കാലം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, അമ്മയും ഭദ്രയും വരണ്ട. ആദ്യമൊക്കെ അവർ എതിർത്തു. എന്നാൽ അവസാനം ലക്ഷ്മിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. എല്ലാവർക്കും ഉള്ള പണി കിട്ടുമോന്ന് ആദ്യം ഞാൻ തിരക്കിയിട്ട് വരട്ടെ, എന്താ? അവർ തലയാട്ടി. പിറ്റേന്ന് രാവിലെ തന്നെ ലക്ഷ്മി അരുണയോട് വിവരം പറഞ്ഞു. അയ്യോ, അതൊന്നും ചേച്ചിക്ക് പറ്റിയ പണിയല്ല, അരുണ വിലക്കി. സാരമില്ല അരുണേ, ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പറ്റുന്നത്. അങ്ങനെ അന്ന് അരുണയ്ക്കൊപ്പം ലക്ഷ്മിയും പണിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ സുശീലയുടെ ഇടനെഞ്ചിൽ ഒരു വിങ്ങൽ. TTC പാസ്സായ മകളാണ്, അധ്യാപികയാകുക എന്ന് തന്നെയായിരുന്നു അവളുടെ സ്വപ്നം. എന്നിട്ടിപ്പോൾ കൊളവള്ളിയിലെത്തിയപ്പോൾ ആരൊക്കെയോ ലക്ഷ്മിയെ സൂക്ഷിച്ചു നോക്കുകയും അടക്കം പറയുകയും ചെയ്തു. നിർമ്മല ബസ്സിൽ അരുണയ്ക്കൊപ്പം അവൾ മുള്ളംകൊല്ലി കവലയിൽ ഇറങ്ങി. അവിടെ നിന്ന് വലത്തേക്ക് കുറച്ച് നടന്നു. പിന്നെ ഇടത്തേക്ക് ഒരു വെട്ടുറോഡ്. ഇരുവശവും കവുങ്ങും വാഴയും കാപ്പിയും കുരുമുളകും ഒക്കെ നിറഞ്ഞ തോട്ടങ്ങൾ. ഇക്കാണുന്ന തോട്ടത്തിൽ തന്നെ നമുക്ക് പണി. എത്ര ഏക്കറുണ്ടെന്നൊന്നും അറിയത്തില്ല, ഒത്തിരി ഉണ്ട്, അരുണ പറയുകയായിരുന്നു. പുൽപ്പള്ളിയിലെ പഴയ ഒരു MLA-യുടേതാ ഇത്താപ്പ് മുതലാളി. കോടിക്കണക്കിന് സമ്പാദിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് സ്കൂളും കോളേജും മറ്റൊത്തിരി ഏർപ്പാടുകളുമുണ്ട്. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് മോന. ഒരു മോളുണ്ട്, അതിനെയാ സഹിക്കാൻ പറ്റാത്തത്. ദേഷ്യം വന്നാൽ ചിലപ്പോ കരണത്തടിച്ചെന്ന് വരും. അങ്ങകലെ ഒരു കൂറ്റൻ കെട്ടിടം കണ്ടു. അതാ ഇത്താപ്പ് മുതലാളിയുടെ ബംഗ്ലാവ്. വേറെയും കെട്ടിടങ്ങളുണ്ട്, അരുണ കൈ ചൂണ്ടി. കുറഞ്ഞ വാക്കുകളിൽ ലക്ഷ്മി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. എനിക്ക് തോട്ടത്തിലാ പണി, അരുണ കാപ്പിത്തോട്ടം കാണിച്ചു കൊടുത്തു. പക്ഷെ ഇന്ന് കങ്കാണിയെ കാണണം, ലക്ഷ്മി പണിക്കിറങ്ങുന്ന കാര്യം പറയണം. അരുണ അവളെയും കൂട്ടി കവുങ്ങിൻ തോട്ടത്തിലെ ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് ചെന്നു. മുറ്റത്ത് പണിയായുധങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് ലക്ഷ്മി കണ്ടു. ഏതാനും തൊഴിലാളികളും അവിടെ ഉണ്ടായിരുന്നു. അവർ കൊത്തിപ്പറിക്കും പോലെ ലക്ഷ്മിയെ അടിമുടി നോക്കി. ഇതേതാ അരുണേ, സ്വന്തക്കാരിയാ? ആ, വല്യച്ഛന്റെ മോളാ. ഇവിടെ പണിക്ക് വന്നതാ? ആ. അവർ പരസ്പരം നോക്കി ചിരിക്കുന്നത് ലക്ഷ്മി കണ്ടു. അരുണ മുറ്റത്ത് നിന്ന് വിളിച്ചു, സാറേ. ആരാ തൊള്ള തുറക്കുന്നേ? കൈലിയും ബനിയനും ധരിച്ച ഒരാൾ തലനീട്ടി. കറുത്തിരണ്ട ഒരു കുള്ളൻ. കങ്കാണി കാളിയപ്പൻ. എന്താടി? അയാൾ വാ തുറന്നപ്പോൾ മഞ്ഞപ്പല്ലുകൾ കണ്ട് ലക്ഷ്മി മുഖം തിരിച്ചു. ഇതെന്റെ ചേച്ചിയാ, അരുണ പറഞ്ഞു. അതിന് ഞാനിവിടെ തലയും കുത്തി നിൽക്കണോ? അരുണ വിളറിപ്പോയി. അല്ല, ചേച്ചിക്കൊരു ജോലി. കാളിയപ്പൻ ഒന്ന് മോളി. ലക്ഷ്മിയെ അടിമുടി കൊത്തി വലിച്ചു. ചുവന്ന കണ്ണുകൾ ഒന്നുകൂടി തിളങ്ങി. ചെന്ന് മുതലാളിയോട് ഒന്ന് പറഞ്ഞിട്ട് പണിക്കിറങ്ങിക്കോ. വാ ചേച്ചി. അരുണ അവളുടെ കരം കവർന്നു. വല്ലാത്ത മുഷിച്ചിൽ തോന്നിയിരുന്നു ലക്ഷ്മിക്ക്. എങ്കിലും അതവൾ പുറത്തു കാണിച്ചില്ല. ഈ നാട്ടുകാർ ഇത്തരക്കാരായിരിക്കുമെന്ന് ആശ്വസിച്ചു. ഇത്താപ്പ് മുതലാളിയുടെ ബംഗ്ലാവിൽ ചരൽ വിരിച്ച മുറ്റത്ത് അവർ എത്തി. ഒരു പജേറോയും ബെൻസും അവിടെ കിടപ്പുണ്ട്. സിറ്റൗട്ടിൽ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു മുതലാളി. കഷണ്ടിത്തലയും വീർത്തു ചാടിയ കവിളുകളുമുള്ള 60കാരൻ. കള്ളിമുണ്ടും മുറിക്കയ്യൻ ബനിയനും. ബനിയനുമീതെ പാമ്പു ചുറ്റിക്കിടക്കുന്നത് പോലെ കനത്ത മാല. ചരൽ കരഞ്ഞ് ശബ്ദമുണ്ടാക്കിയപ്പോൾ അയാൾ തലയുയർത്തി. വിശ്വാസം വരഞ്ഞിട്ടെന്ന പോലെ കണ്ണട മാറ്റിയിട്ട് ലക്ഷ്മിയെ അത്ഭുതത്തോടെ നോക്കി. പിന്നെ ചോദ്യഭാവത്തിൽ അരുണയെയും. അവൾ കാര്യങ്ങൾ പറഞ്ഞു. ഇത്താപ്പുവിന്റെ മുഖം ഗൗരവപൂർണമായി. അയാൾ ലക്ഷ്മിയോട് പറഞ്ഞു, പണി തരാം, നോക്കിയും കണ്ടുമൊക്കെ നിന്നോണം. ലക്ഷ്മി തലയാട്ടി. നീ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, TTC പാസ്സായി. ഇത്താപ്പുവിന്റെ കണ്ണുകളൊന്ന് കുറുകി. തൽക്കാലം തോട്ടത്തിൽ പണി ചെയ്യേ. നിനക്ക് വേറെ വല്ല ജോലിയും തരാമോന്ന് ഞാനൊന്ന് നോക്കാം. നന്ദിയോടെ കൈ ഉയർത്തി തൊഴുതുപോയി ലക്ഷ്മി. വയ്ക്കോ. അവർ തിരിഞ്ഞു നടന്നു. ഗേറ്റ് കടക്കുന്നതുവരെ ഇത്താപ്പുവിന്റെ കണ്ണുകൾ ലക്ഷ്മിയുടെ പുറംവടിവിലായിരുന്നു. വേറെ സ്ത്രീകളും പുരുഷന്മാരും കാക്കിക്കുരു പറിക്കുകയും തടം മാന്തുകയും വളമിടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. റോഡിലൂടെ പജേറോയും ബെൻസും പാഞ്ഞുപോയി. അല്പം കഴിഞ്ഞ് കങ്കാണി കാളിയപ്പൻ അവിടെ എത്തി. നീ ബംഗ്ലാവിലോട്ട് ചെല്ലാൻ അയാൾ പറഞ്ഞപ്പോൾ അരുണ വിളറി. ഇടം കണ്ണിട്ട് ലക്ഷ്മിയെ ഒന്ന് നോക്കി. അവൾ അരുണയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ പോയേച്ചു വരാം ചേച്ചി. അവൾക്ക് മുഖം കൊടുക്കാതെ അരുണ പോയി. ഏറെ കഴിഞ്ഞാണ് മടങ്ങി വന്നത്, വല്ലാത്ത ക്ഷീണത്തോടെ. അവിടെ എന്തായിരുന്നു പണി? ലക്ഷ്മി തിരക്കി. അത് അരുണ പതറി. മുതലാളിയുടെ ഭാര്യ കിടപ്പില, അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാ. ആ, നമുക്ക് വല്ലതും കഴിക്കണ്ടേ? അന്ന് അരുണ കൊണ്ടുവന്ന പൊതിച്ചോറ് ഇരുവരും പങ്കിട്ട് കഴിച്ചു. നാളെ നമുക്ക് 2 പൊതി കൊണ്ടുപോരാ. കുപ്പിയിലെ വെള്ളമെടുത്ത് അവൾ ലക്ഷ്മിക്ക് നീട്ടി. വൈകിട്ട് പണി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വല്ലാതെ തളർന്നിരുന്നു ലക്ഷ്മിയും. അവൾ പറഞ്ഞു, അരുണേ, അമ്മയും ഭദ്രൻ ചോദിച്ചാൽ തൽക്കാലം ഇവിടെ വേറെ ആരെയും പണിക്ക് വേണ്ടെന്നേ പറയാവൂ. അരുണ തലകുലുക്കി. രാത്രി. ഒരു കാറ്റ് പരുത്തിത്തോട്ടത്തിൽ വീശിയടിക്കുന്ന ശബ്ദം കേട്ടാണ് ഇന്ദ്രൻ ഉണർന്നത്. തിണ്ണയിൽ ആരോ പിറുപിറുക്കുന്നത് പോലെ.
അവൻ കാതോർത്തു. ശരിയാണ്, പക്ഷേ ഒന്നും വ്യക്തമല്ല. അവൻ വാതിൽക്കലേക്ക് നീങ്ങി പലകയുടെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്തോട് ചേർന്ന് ഒരു സ്ത്രീയും പുരുഷനും നിൽക്കുന്നു. രൂപത്തിൽ നിന്ന് സ്ത്രീ പാഞ്ചാലിയാണെന്ന് ഉറപ്പായി. പുരുഷൻ, അവനത് ചിന്തിക്കുമ്പോൾ അവർ ഇരുവരും പരുത്തിത്തോട്ടത്തിലേക്ക് പോകുന്നത് കണ്ടു. ഇന്ദ്രന്റെ മനമൊന്ന് പിടഞ്ഞു. ഈ രാത്രിയിൽ എന്ത് ബിസിനസ്സാണ് പാഞ്ചാലിക്ക്? അതറിയണം. ഉത്കടമായ ആഗ്രഹമായിരുന്നു അത്. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അവനും ഇറങ്ങി. കാറ്റിൽ അവന്റെ മുടിയിഴകൾ ഇളകി. മുറ്റത്തേക്ക് കാൽവച്ചതേയുള്ളൂ. പിന്നിൽ നിന്നൊരു ശബ്ദം, നിൽക്കവിടെ. ഇന്ദ്രൻ കിടുങ്ങിപ്പോയി. അധ്യായം 11. ഇന്ദ്രൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മങ്ങിയ വെളിച്ചത്തിൽ തിണ്ണയിൽ നിൽക്കുന്ന കൃഷ്ണനെ അവൻ കണ്ടു. ഇത്രയും ദിവസം സൗമ്യനായി താൻ കണ്ട മനുഷ്യനല്ലേ ഇപ്പോൾ ആ നിൽക്കുന്നതെന്ന് അവന് തോന്നി. ഇന്ദ്രൻ എങ്ങോട്ടാണ് ഈ രാത്രിയിൽ? ഒട്ടും മയമില്ലായിരുന്നു കൃഷ്ണന്റെ ശബ്ദത്തിന്. അവനൊന്ന് പകച്ചു. എന്നാൽ പെടുന്നനെ ഒരു ആശയം തോന്നി. കൃഷ്ണേട്ടാ, ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ. രാത്രി പുറത്തിറങ്ങുന്നത് അത്ര നല്ല കാര്യമല്ല ഇവിടെ. ആ ശബ്ദത്തിൽ നിന്ന് താൻ പറഞ്ഞത് അയാൾ വിശ്വസിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല. പരുത്തിത്തോട്ടത്തിന് അഭിമുഖമായി അവൻ മൂത്രമൊഴിക്കുന്ന ഭാവത്തിൽ നിന്നു. അതിനിടെ പാഞ്ചാലിയും ആ പുരുഷനും പോയ ഭാഗത്തേക്ക് നോക്കി. ഒരനക്കം പോലും കണ്ടില്ല. അവൻ തിരിച്ചു വന്ന് മുറിയിൽ കയറി വാതിലടയ്ക്കുന്നത് വരെ കൃഷ്ണൻ അവിടെ തന്നെ നിന്നു. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ കൃഷ്ണനെയും പാഞ്ചാലിയെയും ഒന്ന് നോക്കി. തലേന്ന് രാത്രിയിലത്തെ സംഭവത്തിന്റെ ഒരു സൂചന പോലുമില്ല. കൃഷ്ണേട്ട, എനിക്ക് കൊള്ളവള്ളിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ എന്തു സംഭവിച്ചെന്ന് അറിയാനേ പറ്റുന്നില്ല. വൈരൻ ആശുപത്രി വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയും അനുജത്തിമാരും. കൃഷ്ണൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. അവിടെ തൽക്കാലം ആർക്കും ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് കരുതിക്കോ. അങ്ങനെ വല്ലതും ഉണ്ടായാൽ ആ നിമിഷം ഞങ്ങൾ അറിയും. ഏതായാലും ഇവിടുത്തെ ചികിത്സ കഴിഞ്ഞേ ഞങ്ങൾ വിടൂ. ആ വാക്കുകളിൽ ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും അധികാരവും ഒക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞു. പാഞ്ചാലിയാണ് ബാക്കി പറഞ്ഞത്. പുറത്തുള്ള ശത്രുവിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് പാളയത്തിനുള്ളിൽ നമ്മൾ അറിയാതെ കഴിയുന്ന ശത്രുക്കളെയാണ് ഇന്ദ്ര. ആ പറഞ്ഞത് പിടികിട്ടാതെ അമ്പരപ്പിൽ അവൻ പാഞ്ചാലിക്ക് നേരെ തിരിഞ്ഞു. ഒക്കെ വഴിയെ അറിഞ്ഞുകൊള്ളും, കാത്തിരിക്കുക. പിന്നെയും ഒത്തിരി കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവന്, കൃഷ്ണനെയും പാഞ്ചാലിയെയും കുറിച്ച്. പക്ഷേ വ്യക്തമായ ഉത്തരം കിട്ടില്ലെന്നുറപ്പായപ്പോൾ വേണ്ടെന്ന് വെച്ചു. ദിവസങ്ങൾ പതുക്കെ പതുക്കെ കഴിയുകയാണ്. മുള്ളംകൊല്ലിയിൽ ഇത്താപ്പ് മുതലാളിയുടെ തോട്ടത്തിൽ അരുണയും ലക്ഷ്മിയും ഒന്നിച്ച് പണിക്ക് പോകും. അതോടെ കാർത്തിയായനി കുത്തുവാക്കുകൾ അല്പം കുറച്ച മട്ടാണ്. ഭദ്രയാണെങ്കിൽ വീട്ടിലിരുന്ന് മടുത്തു. അന്ന് അരുണയ്ക്ക് കുരുമുളക് തോട്ടത്തിലും ലക്ഷ്മിക്ക് വാഴത്തോട്ടത്തിലുമായിരുന്നു പണി. ലക്ഷ്മി എവിടെ ജോലി ചെയ്യുന്നുവോ അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് കങ്കാണി കാളിയപ്പന്റെ നിൽപ്പ്. അവൾക്കത് മനസ്സിലാകുകയും ചെയ്തു. ചുരുങ്ങിയ ദിവസം കൊണ്ട് അവൾ മറ്റു ജോലിക്കാരികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. കാളിയപ്പനെ സൂക്ഷിക്കണമെന്ന് അവർ അവൾക്ക് ചില സൂചനകളും നൽകി. ഉച്ചഭക്ഷണത്തിന് ലക്ഷ്മി അരുണയെ കാത്ത് ഒരു മരത്തണലിൽ ഇരുന്നു. പക്ഷേ അവൾ വന്നില്ല. നീ നോക്കിയിരിക്കേണ്ട കൊച്ചേ, ബംഗ്ലാവിലെ പണി കഴിഞ്ഞ് അവൾ ചിലപ്പോ തിരിച്ചു വരാൻ വൈകും. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അടക്കിയ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മിയുടെ നെറ്റി ചുളിഞ്ഞു. മനസ്സിൽ സംശയത്തിന്റെ ഒരു കൊച്ചു വിത്ത് പതിച്ചു. അവൾ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്താപ്പ് മുതലാളിയുടെ കിടക്കറയിൽ ബ്ലൗസിന്റെ കുടുക്കുകൾ ഇടുകയായിരുന്നു അരുണ. അയാൾ ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കിയിരുന്നു. എത്ര വട്ടമായാലും ഒരു പുരുഷനും ഇവളെ മടക്കത്തില്ലെന്ന് അയാൾ ഓർത്തു. ഞാൻ പോകുക, അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ വാതിൽക്കലേക്ക് നടന്നു. നിന്നേ. പിന്നിലിരുന്ന് ഇത്താപ്പ് വിളിച്ചു. അവൾ നിന്നു. അയാൾ തലയണയുടെ അടിയിൽ നിന്ന് ഒരു കെട്ട് 50 രൂപയുടെ നോട്ട് എടുത്തു നീട്ടി. നിനക്കിരിക്കട്ടെ. വേണ്ട. അരുണയുടെ മുഖത്ത് ആത്മനിന്ദ കലർന്ന വെറുപ്പ് തിങ്ങി. ഇതിന്റെ ശമ്പളം മാസാമാസം എണ്ണി ഒരാളെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ, അവിടെ തന്നെ കൊടുത്താ മതി. ഇത്താപ്പു അല്പം ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. നിന്നെ എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ലല്ലോടി. അവൾ തലയനക്കി. എന്റെ ശരീരം മാത്രമേ ഞാൻ കളങ്കപ്പെടുത്തിയിട്ടുള്ളൂ മുതലാളി. മനസ്സ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. അതുകൊണ്ട് പാപത്തിന്റെ ശമ്പളം വാങ്ങാൻ എന്റെ മനസ്സ് അനുവദിക്കത്തില്ല. ഇത്താപ്പുവിന്റെ കണ്ണുകളൊന്ന് കുറുകി. അരുണ തുടർന്നു. ഇങ്ങനെ സമ്പാദിക്കാനായിരുന്നേല് എനിക്ക് പുൽപ്പള്ളിക്കോ കൽപ്പറ്റയ്ക്കോ പോയാൽ മതിയായിരുന്നു. അത് പോട്ടെ. പണം കിടക്കയിലേക്ക് ഇട്ടിട്ട് ഇത്താപ്പു എഴുന്നേറ്റു. നിന്റെ കൂടെ വരുന്ന ആ പെണ്ണുണ്ടല്ലോ ലക്ഷ്മി, എന്റെ സ്കൂളിൽ അവൾക്ക് ഞാനൊരു ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. അരുണയുടെ മുഖം തെളിഞ്ഞു. സത്യമാണോ മുതലാളി? പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ് ഞാൻ. വൈകിട്ട് മുള്ളംകൊല്ലി കവലയിലേക്ക് നടക്കുന്നതിനിടയിൽ ഈ സന്തോഷ വാർത്ത അരുണ ലക്ഷ്മിയോട് പറഞ്ഞു. അവളുടെ ആഹ്ലാദത്തിനും അതിരില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ലക്ഷ്മി ഒരു ചോദ്യം തൊടുത്തു. ശരിക്കും അരുണ ഇത്താപ്പ് മുതലാളിയുടെ ഭാര്യയെ ശുശ്രൂഷിക്കാൻ തന്നെയാണോ ബംഗ്ലാവിൽ പോകുന്നത്? ചെളിവെള്ളം മുഖത്ത് വീണതുപോലെ അരുണ വിളറിപ്പോയി.
വല്ല വിധേനയും ആ ഭാവം ഒളിപ്പിച്ചു അവൾ. അതെ, എന്താ അങ്ങനെ ചോദിച്ചത്? വെറുതെ. വീട്ടിലെത്തുവോളം പിന്നെ അക്കാര്യത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചില്ല. കിണറ്റിൽ നിന്ന് വെള്ളം കോരി പിന്നാമ്പുറത്തെ മറപ്പുരയിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലക്ഷ്മി ഒന്നോർത്തു. ഈ മാസം തനിക്ക് പീരീഡ് ആയിട്ടില്ല. ഈശ്വര. ജോലിയും മറ്റുമായി കഴിഞ്ഞതുകൊണ്ട് അക്കാര്യം മറന്നുപോയതാണ്. അവൾ വിരലുകൾ മടക്കിയും മനക്കണക്ക് കൂട്ടിയും നോക്കി. ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അടിവയറ്റിൽ നിന്നൊരു തീഗോളം മേലേക്കുയർന്നു വരുന്നത് പോലെ അവൾ പിടഞ്ഞുപോയി. വകയാറിൽ വെച്ച് ജാക്കി വാസുവിന്റെ കൊലപാതകം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പോലീസിന് ഒരു കരട് തുമ്പ് പോലും കിട്ടിയില്ല. ക്ലീനർ ഗോപാലനെ വരെ സംശയത്തിന്റെ മുനയിൽ നിർത്തി പലവട്ടം ചോദ്യം ചെയ്തു, ഭേദ്യം ചെയ്തു. രക്ഷയില്ല. ബാങ്കർ സത്യനേശനും മകൻ വിശ്വനും പകച്ചു. ആകാശത്തു നിന്ന് ശത്രു ഇറങ്ങി വന്ന് ഇരകളെ വകവരുത്തിയിട്ട് മേലേക്കുയർന്നു പോകുകയാണോ? അല്ലെങ്കിൽ ഒരു തുമ്പെങ്കിലും കിട്ടാതിരിക്കുമോ? വളരെ കരുതലോടെയാണ് ശിവജിയും കഴിഞ്ഞിരുന്നത്. സത്യനേശന്റെ ആളുകൾ തന്റെ പിന്നാലെയുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു. ഇനി തനിക്ക് വേണ്ടത് പണമാണ്. വയറിങ്ങും പ്ലംബിങ്ങും മാത്രമായി നടന്നിട്ട് കാര്യമില്ല. അതേക്കുറിച്ചായി അവന്റെ ചിന്ത. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കൂടി കിട്ടാതെ ജീവിക്കാൻ പറ്റത്തില്ല തങ്കപ്പേട്ട. പത്തനാപുരത്ത് വെച്ച് അവൻ അലാറം തങ്കപ്പനോട് പറഞ്ഞു. തങ്കപ്പൻ അല്പനേരം ചിന്തിച്ചിരുന്നു. നമ്മുടെ ഡ്രൈവർ യോഹന്നാന് കിളിയില്ലാതിരിക്കുക. അത്യാവശ്യ സമയത്ത് നിനക്ക് വേണേൽ അതേൽ പോകാം. ഞാൻ യോഹന്നാനോട് സംസാരിക്കാം. പക്ഷേ ലോറി സത്യനേശൻ മുതലാളിയുടെ വകയാ. നിന്നെ അതിൽ കയറ്റിയെന്നറിഞ്ഞാൽ സത്യനേശൻ മുതലാളി. ശിവജിയുടെ കണ്ണുകൾ ഒന്ന് മിന്നി. അത് അലാറം തങ്കപ്പൻ കണ്ടില്ല. അത് സാരമില്ല തങ്കപ്പേട്ട, ഞാൻ മുതലാളിയുമായിട്ട് സംസാരിക്കാം. തങ്കപ്പന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. നീ തന്നെയാണോ ശിവജി ഈ പറയുന്നത്? ജീവിക്കണമെങ്കിൽ അഭിമാനം നോക്കിയിരുന്നാൽ പറ്റത്തില്ല തങ്കപ്പേട്ട. അവൻ നടന്നു നീങ്ങി. തമിഴ്നാട്ടിൽ നിന്ന് കച്ചിത്തിരി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നതാണ് യോഹന്നാന്റെ പണി. ഡ്രൈവറും കച്ചവടക്കാരനുമെല്ലാം യോഹന്നാൻ തന്നെയാണ്. മാസവാടകയ്ക്ക് അയാൾ സത്യനേശന്റെ ലോറി എടുത്തിരിക്കുകയാണെന്നും ശിവജിക്കറിയാം. ഉച്ചമയക്കം കഴിഞ്ഞ് മേലൊന്ന് കഴുകി പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുകയായിരുന്നു സത്യനേശൻ. അപ്പോഴാണ് സിറ്റൗട്ടിന് താഴെ വിനയാന്വിതനായി ശിവജി നിൽക്കുന്നത് അയാൾ കണ്ടത്. എന്താടാ? സത്യനേശൻ നെറ്റി ചുളിച്ചു. മുതലാളിയെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ശബ്ദത്തിൽ അനിഷ്ടം തങ്ങി നിൽക്കുന്നത് അവൻ അറിഞ്ഞു. സത്യനേശന് പിന്നാലെ പുറത്തേക്ക് വന്ന വിശ്വനും അവനെ കണ്ടപ്പോൾ മുഖം കറുപ്പിച്ചു. പരുങ്ങലോട് ശിവജി കാര്യം പറഞ്ഞു. വേണ്ട. വിശ്വൻ ഇടയ്ക്ക് കയറി. ഇനി അഥവാ നിനക്ക് ജോലി തരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ ആദ്യം അവൻ ഇന്ദ്രൻ എവിടെയുണ്ടെന്ന് പറയടാ. ഇത്രയും കാലം ഞാൻ പറഞ്ഞത് സത്യം തന്നെ മുതലാളി. ആ നന്ദിയില്ലാത്തവൻ ഇത്രയും കാലമായിട്ടും ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അവൻ എപ്പോൾ വിളിച്ചാലും ഞാൻ ആ വിവരം ഇവിടെ വന്ന് പറയാം. ചത്തുപോയ എന്റെ അച്ഛനാണേ സത്യം. സത്യനേശനും വിശ്വനും പരസ്പരം ഒന്ന് നോക്കി. നീ പറഞ്ഞതിന് മാറ്റമുണ്ടായാൽ? സത്യനേശൻ കൈചൂണ്ടി. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കച്ചിക്കുള്ളിൽ തന്നെ നിന്നെയിട്ട് കത്തിക്കും ഞാൻ. എനിക്ക് വിരോധമില്ല, അവൻ തീർത്തു പറഞ്ഞു. ശരി, എങ്കിൽ യോഹന്നാനോട് പോയി പറഞ്ഞോളൂ. തലയാട്ടിക്കൊണ്ട് പിന്തിരിയുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു വന്യമൃഗം ചുരമാന്തി. ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. ഒന്നുറക്കെ ചിരിക്കാൻ അവന് തോന്നി. ഗേറ്റ് കടന്ന് മിഡിയൻ ടോപ്പ് ധരിച്ച ഒരു സുന്ദരി പെണ്ണ് കൈനറ്റിക് ഹോണ്ടയിൽ അകത്തേക്ക് വരുന്നത് അവൻ കണ്ടു. സത്യനേശന്റെ മകൾ റാണി. ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ മുഴുത്ത നെഞ്ചും ഇടയൊതുങ്ങി വിരിഞ്ഞ അരക്കെട്ടും അവന്റെ കണ്ണിൽ നിറഞ്ഞു. ഒരു മാംസഭോജിയായ മൃഗം കണക്കെ അവൻ നാവ് നീട്ടി ചൊടി നുണഞ്ഞു. പിറ്റേന്നു മുതൽ തെങ്കാശിയിലെ കച്ചിത്തിരി വാങ്ങാനായി യോഹന്നാന്റെ കൂടെ അവനും പോയി തുടങ്ങി. അന്ന് വൈകിട്ട് കർണാടക അതിർത്തിയിലുള്ള ഒരു പരുത്തിത്തോട്ടത്തിലൂടെ നടന്നു വരികയായിരുന്നു ഇന്ദ്രൻ. കൃഷ്ണൻ വേഗം അവന്റെ അടുത്തെത്തി. ഞാൻ വന്ന് വിളിക്കാം. അതുവരെ നീ ആ പാറപ്പുറത്ത് പോയി ഇരുന്നോ. എന്താ കൃഷ്ണേട്ടാ? അതൊന്നും ഇപ്പോൾ പറയാനുള്ള നേരമില്ല. വേഗം പോ. അവന്റെ തോളിൽ പിടിച്ച് പതുക്കെ തള്ളുകയും ചെയ്തു. ഇന്ദ്രൻ പരുത്തിത്തോട്ടം മുറിച്ച് കടന്നുപോയി. നേരം സന്ധ്യയാവുകയാണ്. പെട്ടെന്നൊരു വാഹനത്തിന്റെ ശബ്ദം. ചെറിയ മരത്തിന്റെ പിന്നിലേക്ക് നീങ്ങി നിന്ന് അവൻ നോക്കി. പൊടി പറത്തിക്കൊണ്ട് വീടിന് നേരെ പാഞ്ഞെടുക്കുന്ന ആ ചുവന്ന ജീപ്പ്. മാസ്തീൻ സംഘവും. അവന്റെ സിരകളിലെ ചോരയോട്ടത്തിന് വേഗതയേറി. കഞ്ചാവ് കൊണ്ടുപോകാനുള്ള വരവായിരിക്കണം. അവൻ പാറപ്പുറത്ത് കയറി നിന്ന് നോക്കി. ഇരുട്ടിൽ ചാക്കുകെട്ടുകൾ ജീപ്പിൽ അടുക്കുന്നത് കാണാം. ഒന്ന് വേഗം. മാസ്തി ഒപ്പം വന്നവരെ നോക്കി. കൃഷ്ണനും പാഞ്ചാലിയും മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. മാസ്തിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളെ അടിമുടി ഒഴിയുന്നുണ്ട്. അത് കണ്ടെങ്കിലും പാഞ്ചാലി ശ്രദ്ധിക്കാതെ നിന്നു. ചാക്കുകൾ മുഴുവൻ ജീപ്പിൽ കയറ്റി. കയറിട്ട് പിൻഭാഗം വരിഞ്ഞുകെട്ടി. കുറച്ച് വെള്ളം കൊണ്ടുവാ പാഞ്ചാലി. മാസ്തി തിണ്ണയിലിരുന്നു. അവൾ അകത്തുപോയി ഒരു വലിയ മൊന്തയിൽ വെള്ളം കൊണ്ടുവന്നു.
രണ്ട് മൂന്ന് ഗ്ലാസുകളും തൊട്ട് നാക്കേ വെക്കാൻ എന്തേലും ഉണ്ടേൽ അതും വേണം. മാസ്തി എഴുന്നേറ്റ് ജീപ്പിൽ നിന്നൊരു കുപ്പിയെടുത്തു. പാഞ്ചാലി അവിടെ നിന്ന് അനങ്ങാതെ കൃഷ്ണനെ നോക്കി. എടുത്തോണ്ട് വാടി പെട്ടെന്ന്. മാസ്തിക്ക് തിടുക്കമായി. മറ്റൊന്നും വിചാരിക്കല്ലേ മാസ്തി, ഇവിടെ ഞാനും എന്റെ മോളുമാ ഉള്ളത്. ഇവിടെ ഇരുന്ന് മദ്യപിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണൻ വളരെ ഭവ്യതയോടെയാണ് പറഞ്ഞത്. മാസ്തിയുടെ കണ്ണുകൾ ചുവന്നു. ഞങ്ങളുടെ ഔദാര്യത്തിൽ കഴിയുന്ന തനിക്ക് ഇങ്ങനെ പറയാൻ ധൈര്യമുണ്ടായി അല്ലേ? അയാൾ ചാടി എണീറ്റ് ഒറ്റയടി. ഒരർത്ഥവിലാപത്തോടെ വട്ടം കറങ്ങി കൃഷ്ണൻ നിലത്ത് വീണു. മാസ്തി അവിടെയിട്ട് അയാളെ ചവിട്ടി. ഇന്നത്തോടെ നിന്റെ ഇവിടത്തെ പണി തീർന്നു. എന്റെ അച്ഛനെ ഒന്നും ചെയ്യരുത്. ചീറിക്കൊണ്ട് പാഞ്ചാലി ചാടി വീണു. അവൾ മാസ്തിയെ പിടിച്ചു തള്ളി. പിന്നെ കൃഷ്ണനെ താങ്ങി എണീൽപ്പിക്കാൻ ഭാവിച്ചു. പിടിക്കടാ അവളെ, മാസ്തി അലറി. ഒപ്പം വന്നവർ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഞൊടിയിടയിൽ അരയിൽ നിന്നൊരു വളഞ്ഞ കത്തി വലിച്ചെടുത്ത് അവൾ നീട്ടി. എന്നെ പിടിക്കാൻ ധൈര്യമുള്ളവര് ഒന്ന് വന്നേടാ, കാണട്ടെ. മുന്നിൽ നിന്നവർ അത് കണ്ട് പതറി. എന്നാൽ പിന്നിലൂടെ വന്ന അപകടം അവൾ അറിഞ്ഞില്ല. മാസ്തിയുടെ അടിയേറ്റ് കത്തി തെറിച്ചുപോയി. അടുത്ത നിമിഷം അയാൾ അവളെ ചുറ്റിപ്പിടിച്ചു. അനുചരർ കാലുകളിൽ പിടിച്ചുയർത്തി. അവർ അവളെ ജീപ്പിന്റെ സീറ്റിലേക്ക് വലിച്ചു കയറ്റി. ഇരുവശത്തും ആളുകൾ കയറി. കൃഷ്ണൻ തറയിൽ നിന്നെണീറ്റപ്പോഴേക്കും ജീപ്പ് ഹെഡ്ലൈറ്റുകളിൽ തീയരിച്ച് ഒരസ്ത്രം കണക്കെ മുന്നോട്ട് പാഞ്ഞു കഴിഞ്ഞിരുന്നു. അധ്യായം 12. പൊടി പറത്തി പായുന്ന ജീപ്പിന് പിന്നാലെ കൃഷ്ണൻ അല്പദൂരം ഓടി. എന്നാൽ കാലുകൾ വെച്ച് അയാൾ റോഡിലേക്ക് തന്നെ വീണു. ജീപ്പിനുള്ളിലിരുന്ന് പാഞ്ചാലി പിടയുകയും മറ്റുള്ളവരെ തള്ളി വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് കണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തന്നെ മാസ്തി കൈനീട്ടി അവളുടെ തുടയിലൊന്ന് നുള്ളി. കുറെ കാലമായി മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മോഹമാടി നീ. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചടയൻ കഞ്ചാവിനേക്കാൾ ലഹരിയുണ്ട് ആ മോഹത്തിന് പോലും. ഇന്ന് ഞാനത് സാധിക്കും. ഛി! പാഞ്ചാലി വെറുപ്പോടെ അയാളുടെ കൈ തട്ടിമാറ്റി. പരുത്തിത്തോട്ടത്തിലെ ഒരു വളവിൽ ജീപ്പ് വെട്ടിത്തിരിഞ്ഞു. മാസ്തി, മര്യാദയ്ക്ക് വണ്ടി തിരിച്ചുവിട്ട് എന്നെ വീട്ടിലെത്തിക്ക്. അതാ നിനക്ക് നല്ലത്. പാഞ്ചാലിയുടെ പതർച്ച കുറഞ്ഞു വരികയായിരുന്നു. കൽപ്പിക്കാൻ നീ ആരാടി പുല്ലേ? ഉറക്കെ ചിരിച്ചുപോയി മാസ്തി. പെട്ടെന്ന് അയാൾ മുന്നിലെ ഒരു കാഴ്ച കണ്ടു. റോഡിന് കുറുകെ ഒരു കാളവണ്ടി. അതിൽ പക്ഷേ കാളയില്ലായിരുന്നു. ലോറിയുടെ ടയർ പിടിപ്പിച്ച മേൽക്കൂരയില്ലാത്ത ഒറ്റക്കാള വലിക്കുന്ന വണ്ടി. പരുത്തിത്തോട്ടത്തിനുള്ളിൽ പലപ്പോഴും വളവും മറ്റും കൊണ്ടുവരുന്ന വണ്ടിയാണത്. മാസ്തി കാലമർത്തി. ഒരു മുരൾച്ചയോടെ ജീപ്പ് നിന്നു. ഏത് നായിന്റെ മോനാടാ വണ്ടി നടുറോഡിൽ ഇട്ടിരിക്കുന്നേ? എടുത്തു മാറ്റടാ. തല പുറത്തേക്ക് നീട്ടി അയാൾ അലറി. എന്നാൽ അതിന് മറുപടി കിട്ടിയില്ല. പോയി നോക്കടാ, അയാൾ കൂട്ടാളികളോട് പറഞ്ഞു. രണ്ടുപേർ റോഡിലേക്കിറങ്ങി. മറ്റൊരാൾ പാഞ്ചാലിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാളവണ്ടിയെ ഒന്ന് വലം വെച്ചു. അവിടെ എങ്ങും ആരുമില്ല. അവർ മാസ്തിയോട് വിവരം പറയാൻ തിരിഞ്ഞതും പരുത്തിച്ചെടികൾ ഒന്നനങ്ങി. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ഒരാൾ ജീപ്പിന്റെ വെളിച്ചത്തിൽ അത് കണ്ടു. രണ്ടാമന്റെ കൈയും തലയും ചെടികൾക്ക് കീഴിലൂടെ അകത്തേക്ക് വലിയുന്നു. കാലിൽ പിടിച്ച് ഏതോ ജന്തു വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. പരുത്തിച്ചെടികൾ വല്ലാതെ വിറച്ചു. ഒപ്പം പതിഞ്ഞ ഒരു രോദനവും. മാസ്തി! രണ്ടാമൻ അലറിക്കൊണ്ടോടി. എന്താടാ? അയാൾ ഭയന്ന് പരുത്തിത്തോട്ടത്തിലേക്ക് കൈ ചൂണ്ടി. മാസ്തി പൊടുന്നനെ ജീപ്പിൽ നിന്ന് അറ്റം കൂർത്ത് വളഞ്ഞ ഒരു നീളമുള്ള പാണ്ടിക്കത്തി വലിച്ചെടുത്ത് പരുത്തിത്തോട്ടത്തിലേക്ക് കുതിച്ചു. അടുത്തയാൾ ടോർച്ചുമായി പിന്നാലെ എത്തി. അടുത്ത നിമിഷം കനമുള്ള ദന്തോ അവർക്ക് മുന്നിൽ വന്നു വീണു. അതിലേക്ക് ടോർച്ച് തെളിച്ചു നോക്കിയ ഇരുവരും കിടുങ്ങിപ്പോയി. തങ്ങളുടെ കൂട്ടാളി. തറയിൽ കിടന്ന് വെട്ടി വിറയ്ക്കുകയാണയാൾ. കവിളുകളിൽ ഏതോ ജന്തു മാന്തി പൊളിച്ചതുപോലെയുള്ള പാടുകൾ. പിന്നിൽ ഒരനക്കം. അവർ തിരിഞ്ഞു. മുഖം പകുതിയിലധികം തുണികൊണ്ട് മൂടിക്കെട്ടിയ ഒരാൾ. മാസ്തി പാണ്ടിക്കത്തി ഉയർത്തു മുൻപ് അയാൾ എന്തോ ആഞ്ഞു വീശി. ഹാ! മാസ്തിയുടെ നെഞ്ചിലെ മാംസം പൂളിക്കൊണ്ട് അത് കടന്നുപോയി. നിലവിളിയോടെ അയാൾ തന്റെ നെഞ്ചിലേക്ക് നോക്കി. ഒരു കൈയിലെ 5 നീണ്ട നഖങ്ങൾ കൊണ്ട് കീറിയതുപോലെയുള്ള പാടുകൾ. എടാ! മാസ്തി വർദ്ധിച്ച രോഷത്തോടെ വാൾ വീശി. ആഗതൻ താഴേക്ക് കുനിഞ്ഞു. അയാളുടെ കയ്യിലിരുന്ന വസ്തു ഉയർന്നു. അത് പാണ്ടിക്കത്തിയിൽ കുരുങ്ങി. കത്തി കാളവണ്ടിക്കപ്പുറത്തേക്ക് പറന്നുപോയി. കൊല്ലടാ! മാസ്തി അലറി. ജീപ്പിൽ പാഞ്ചാലിയെ പിടിച്ചുകൊണ്ടിരുന്നവനും അവളെ വിട്ട് ചാടിയിറങ്ങി. കാളവണ്ടിക്കരികിൽ ഉഗ്ര പോരാട്ടം നടക്കുകയാണ്. ആഗതന്റെ കയ്യിൽ ഇരുന്ന ആയുധം അവരുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവുകൾ ഏൽപ്പിച്ചു. അവസാനം ഓരോരുത്തരെയായി ഉയർത്തി അയാൾ കാളവണ്ടിയിലേക്കിട്ടു. പിന്നെ വണ്ടി തള്ളി പരുത്തിത്തോട്ടത്തിലേക്ക് വിട്ടു. കയ്യിലിരുന്ന ആയുധം വലിച്ചെറിഞ്ഞു. ഒരു കളമാന്തിയായിരുന്നു അത്. തിരികെ ജീപ്പിനടുത്തെത്തിയ അയാൾ അതിനുള്ളിലേക്ക് തലകടത്തി നോക്കി. പാഞ്ചാലി അവിടെ ഉണ്ടായിരുന്നില്ല. ജീപ്പിനുള്ളിൽ തപ്പിയപ്പോൾ അയാൾക്കൊരു തീപ്പെട്ടി കിട്ടി. ആ കണ്ണുകൾ ഒന്ന് മിന്നി. കോടികൾ വരെ ഒരു പക്ഷേ വിലമതിച്ചേക്കാവുന്ന കഞ്ചാവ്. അയാൾ ജീപ്പിന് പിന്നിലെ കെട്ട് അഴിച്ചുവിട്ടു.
ചാക്കുകൾ റോഡിലേക്ക് മറിഞ്ഞു. ബാക്കിയുള്ളവ അയാൾ വലിച്ചു പുറത്തിട്ടു. പിന്നെ തീ പിടിപ്പിച്ചു. ഉണക്ക കഞ്ചാവിന് തീ പിടിച്ചത് വളരെ വേഗത്തിലാണ്. വല്ലാത്തൊരു ഗന്ധത്തോടെ തീ മുകളിലേക്ക് ഉയർന്നു. ചുറ്റുപാടുകൾ പ്രകാശമാനമായി. പിന്നീട് ഒരു നിമിഷം അവിടെ നിൽക്കാതെ അയാൾ പരുത്തിത്തോട്ടത്തിലേക്ക് ഊളിയിട്ടു. എന്നാൽ ഒരു കൈ നീണ്ടുവന്ന് അയാളുടെ കോളറിൽ പിടിച്ചു. മോനെ ഇന്ദ്ര. ആ മനുഷ്യൻ തിരിഞ്ഞു. മുഖം മറച്ചു കെട്ടിയാലൊക്കെ എനിക്ക് നിന്നെ പിടികിട്ടും കേട്ടോ. പാഞ്ചാലിയായിരുന്നു അത്. അവൾ തന്നെ അവന്റെ മുഖത്തെ തുണി താഴേക്ക് മാറ്റി. ഇന്ദ്രൻ പതുക്കെ ചിരിച്ചു. അവളുടെ തിളങ്ങുന്ന കണ്ണുകളിൽ കഞ്ചാവ് കത്തിയിരിയുന്ന തീ അങ്ങനെ നിന്ന് തുള്ളുന്നത് അവൻ കണ്ടു. നന്ദി. അവളൊന്ന് തേങ്ങി. ഏയ്. അവൻ അവളുടെ തോളിൽ തട്ടി. അവൾ ഒരു കെട്ട് പൂവ് പോലെ ആ മാറിലേക്ക് വീണു. ഇന്ദ്രൻ അവളെ കരവലയത്തിലാക്കി. പോകാം. ഇവിടെ നിന്നാൽ അവർ തിരക്കി വരും. കാളവണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി മാസ്തിയും കൂട്ടരും ജീപ്പിനടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒരു കൈ ഇന്ദ്രന്റെ അരയിലൂടെ ചുറ്റി അവനോടൊട്ടി പാഞ്ചാലി ഇരുളിലൂടെ നടന്നു. വീടെത്തിയപ്പോഴേക്കും അവർ അകന്നു മാറി. പരവശനായി തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു കൃഷ്ണൻ. അവരെ കണ്ടതും ആശ്വാസത്തോടെ എഴുന്നേറ്റു. രാത്രിയുടെ അവസാന യാമങ്ങളായപ്പോഴാണ് മാസ്തിയും മറ്റും പോയ ആ ചുവന്ന ജീപ്പ് കാട്ടിക്കുളത്ത് ഒരു കെട്ടിടത്തിനു മുന്നിൽ എത്തിയത്. മുറ്റത്ത് പജേറോ കിടപ്പുണ്ടായിരുന്നു. പരസ്പരം ഒന്ന് നോക്കിയ ശേഷം അവർ ചെന്ന് വാതിലിൽ തട്ടി. കാത്തു നിന്നിരുന്നത് പോലെ വാതിൽ തുറക്കപ്പെട്ടു. കങ്കാണി കാളിയപ്പൻ. ചോര പറ്റിയ അവരുടെ വസ്ത്രങ്ങളും ശരീരവും കണ്ടപ്പോൾ കാളിയപ്പൻ നെറ്റിച്ചുളിച്ചു. നായ്ക്കളെ, നീയൊക്കെ ചത്തെന്ന് ഞങ്ങൾ കരുതി. കേറി വാ. പതുക്കെ അവർ അകത്തേക്ക് ചെന്നു. ഹാളിൽ അസ്വസ്ഥനായി നടക്കുകയായിരുന്നു ഇത്താപ്പു മുതലാളി. പെട്ടെന്ന് നിന്നു. ചരക്ക് കൊണ്ടുവന്നോടാ. ഇല്ല. മാസ്തിയുടെ ശബ്ദം വിറച്ചു. പിന്നെ നീയൊക്കെ ആരുടെ അമ്മയെ കെട്ടിക്കാൻ പോയതാടാ? ഞങ്ങൾ ചരക്കുമായിട്ട് വരുമ്പോൾ ചില കുഴപ്പങ്ങളുണ്ടായി. ഇത്താപ്പുവിന്റെ കണ്ണുകളൊന്ന് കുറുകി. പറ. മാസ്തി പാഞ്ചാലിയുടെ കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ പറഞ്ഞു. അത് വിശ്വസിക്കാൻ കഴിയില്ലെന്ന ഭാവത്തിൽ ഇത്താപ്പു തലയാട്ടി. നമ്മുടെ ജീപ്പ് തടയാൻ അങ്ങനെ ഒരാൾ? അസംബന്ധം. നീയൊക്കെ എന്തോ മറയ്ക്കുന്നു. മാസ്തി വിളറിപ്പോയി. ഇത്താപ്പു മുന്നോട്ട് വന്നു. ഒറ്റ കൈകൊണ്ട് മാസ്തിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. മാസ്തി കാലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ചുരമാന്തി. ഞാൻ നിന്നെ താഴെ നിർത്തണമെങ്കിൽ എന്നോട് നീ സത്യം പറയണം. കഞ്ചാവ് നീ ആർക്കാടാ മറിച്ചു വിറ്റത്? മാസ്തി കൈകൊണ്ട് എന്തോ ആംഗ്യം കാണിച്ചു. ഇത്താപ്പു അയാളെ തറയിൽ നിർത്തി. മുതലാളി പൊറുക്കണം. അയാൾ ഇത്താപ്പുവിന്റെ കാൽക്കൽ വീണു. കഞ്ചാവ് ആർക്കും മറിച്ചു വിറ്റിട്ടില്ല ഞങ്ങൾ. പിന്നെ? ഇത്താപ്പുവിന്റെ കാൽ അയാളുടെ പുറത്തമർന്നു. ഞങ്ങളൊരു അവിവേകം കാണിച്ചു മുതലാളി. പാഞ്ചാലിയെ. എടാ. അലറിക്കൊണ്ട് ഇത്താപ്പു അയാളെ വലിച്ചുയർത്തി. രണ്ട് കൈകൾ കൊണ്ടും ഒന്നിച്ച് മാസ്തിയുടെ ഇരു കവിളും ചേർത്തടിച്ചു. കാതുകൾ തകർന്നതുപോലെ മാസ്തി നിന്ന് വിറച്ചു. അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലാടാ. മാസ്തി മിണ്ടിയില്ല. ഹാളിന്റെ ഒരു കോണിൽ കൂട്ടിയിട്ടിരുന്ന സ്കൂൾ ബാഗിലേക്ക് ഇത്താപ്പു കൈ ചൂണ്ടി. കൊളവള്ളിയിലെ എസ്റ്റേറ്റ് കൊണ്ടല്ല ഇത്താപ്പു ഈ നിലയിലെത്തിയത്. അറിയാമല്ലോ നിനക്കൊക്കെ. നാളെ എന്റെ സ്കൂളിൽ നിന്ന് തെക്കൻ കേരളത്തിൽ ടൂറിന് പോകുന്ന പിള്ളേർക്ക് കൊടുക്കാൻ വെച്ചിരുന്ന ബാഗുകളാ ഇതൊക്കെ. കഞ്ചാവ് നിറച്ചു വിടാൻ. ഇനിയിപ്പം ഞാൻ എന്താടാ ഇതിനുള്ളിൽ വെക്കേണ്ടത്? പിണ്ണാക്ക് മാത്രമുള്ള നിന്റെയൊക്കെ തലകളായാലോ? മുതലാളി, ആദ്യമായി പറ്റിയ തെറ്റല്ലേ ഞങ്ങൾക്ക്. മാപ്പ് തരണം. മാസ്തി കൈകൂപ്പി. തരാം. അയാൾ മുരളം പോലെ പറഞ്ഞു. നാളെ തന്നെ നീയൊക്കെ പോയി പാഞ്ചാലിയോട് മാപ്പ് പറയണം. എന്റെ മോൻ കെട്ടേണ്ട പെണ്ണ അവള്, അറിയാമോ? മാസ്തി തലയാട്ടി. തീർന്നില്ല. ആരാണ് നിങ്ങളെ ആക്രമിച്ചവൻ? നാളെ ഈ നേരത്തിനുള്ളിൽ അവനെ എനിക്ക് കിട്ടണം. മനസ്സിലായോടാ കഴുതേ? ആയി. എന്നാൽ പൊയ്ക്കോ. അവർ പോയി. പുറത്ത് ജീപ്പ് സ്റ്റാർട്ടാകുന്നത് കേട്ടു. പിറ്റേന്ന് രാവിലെ പരുത്തിത്തോട്ടത്തിലൂടെ ചുവന്ന ജീപ്പ് പാഞ്ഞു വരുന്നത് ആദ്യം കണ്ടത് കൃഷ്ണനാണ്. അയാൾ വേഗം അകത്തു വന്ന് വിവരം പറഞ്ഞു. ഇന്ന് ഞാൻ അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. ഇന്ദ്രന്റെ മുഖം ചുവന്നു. അരുത്. എന്തായാലും ഇന്ദ്രനെ അവർ കാണണ്ട. പാഞ്ചാലി പിടിച്ചു തള്ളി. അവനെ മുറിയുടെ മൂലയിൽ കൊണ്ടുപോയി. അവിടെയുണ്ടായിരുന്ന പഴയ സാധനങ്ങൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു. അപ്പോഴേക്കും ജീപ്പ് വന്ന് മുറ്റത്ത് നിന്നു. പാഞ്ചാലി ഒരു വെട്ടുകത്തി എടുത്തു. പിന്നിൽ മറച്ചു പിടിച്ചുകൊണ്ട് കനത്ത മുഖത്തോടെ തിണ്ണയിലേക്ക് ഇറങ്ങി. കൃഷ്ണന് അവളുടെ ഭാവം എന്താണെന്ന് വ്യക്തമായില്ല. ജീപ്പിൽ നിന്ന് മാസ്തി മാത്രമേ ഇറങ്ങിയുള്ളൂ. മുറ്റത്ത് നിന്നുകൊണ്ട് അയാൾ പാഞ്ചാലിയോട് പറഞ്ഞു. ഇന്നലെ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. പാഞ്ചാലിയും കൃഷ്ണനും പൊറുക്കണം. പെട്ടെന്ന് ഇങ്ങനെയൊരു മനംമാറ്റം ഉണ്ടായതെന്താണെന്ന് അവർക്കിരുവർക്കും അറിയില്ലായിരുന്നു. പോട്ടെ. മാസ്തി ജീപ്പിന്റെ ഫുഡ് റെസ്റ്റിൽ കാൽവെച്ചു. പിന്നെ എന്തോ ഓർത്തിട്ടെന്ന വണ്ണം തിരിച്ചു വന്നു. ഈ പരിസരത്ത് അപരിചിതനായ ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താ? കൃഷ്ണൻ അജ്ഞത നടിച്ചു. ഒന്നുമില്ല, വെറുതെ തിരക്കിയതാ. അയാൾ ജീപ്പിൽ കയറി. നല്ല വേഗത്തിൽ തന്നെ പിന്നോട്ടെടുത്ത് തിരിച്ചു.
അനന്തരം ഒരു അസ്ത്രം പോലെ പാഞ്ഞുപോയി. കൃഷ്ണൻ ദീർഘനിശ്വാസം വിട്ടു. അവന്മാർ കൂടുതലൊന്നും ചോദിക്കാഞ്ഞതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം പാഞ്ചാലി. ഇനിയും അവര് വരും. അല്ലെങ്കിൽ ഈ പരിസരത്ത് തന്നെ അവരുണ്ടാകും. ഇന്നലെ അത്രയും ചെയ്തത് ആരെന്നറിയാതെ ഇത്താപ്പ് മുതലാളിയുടെ ആളുകൾ വിശ്രമിക്കത്തില്ല, എനിക്കുറപ്പാ. തലേന്ന് കഞ്ചാവ് കത്തിച്ച ഭാഗത്ത് മാസ്തി വണ്ടി ചവിട്ടി നിർത്തി. പരുത്തിത്തോട്ടത്തിൽ തപ്പണോ? ഒരാൾ തിരക്കി. വേണ്ട, അവൻ നമ്മുടെ കയ്യെത്തുന്ന അകലത്തിൽ തന്നെയുണ്ട്. മാസ്തി ചിരിച്ചപ്പോൾ മദ്യഗന്ധം പരന്നു. എവിടെ? മറ്റുള്ളവർക്ക് ജിജ്ഞാസയായി. കൃഷ്ണന്റെ വീടിന് പിന്നിലെ അയയിൽ ഒരു ഷർട്ട് കഴുകിയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല. എങ്കിൽ ഞാനത് കണ്ടു. കൃഷ്ണന്റെ ഷർട്ടല്ല അത്, മറ്റാരുടേതോ ആണത്. ഒന്നുകിൽ നമ്മൾ തേടുന്ന ആൾ വീടിനുള്ളിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ അവൻ അവിടെ വരാതിരിക്കില്ല. ചിന്തയോടെ മാസ്തി സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചു. എങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ? വേണ്ട, മുതലാളി പറയാതെ നമ്മൾ ഇനി ആ വീടിനുള്ളിൽ കടന്നുകൂടാ. മാസ്തിയുടെ കണ്ണുകളിൽ തീക്കനലിന്റെ നിറം വന്നു. ഇന്ന് നമുക്ക് പുൽപ്പള്ളിക്ക് പോകണം. വൈരൻ ആശുപത്രി വിടുന്ന ദിവസമാ. അയാൾ ജീപ്പ് പായിച്ചു. വൈകിട്ട് 6 മണിയോടടുത്തു. കൊളവള്ളി ജംഗ്ഷനിൽ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു. പണി കഴിഞ്ഞെത്തിയ തൊഴിലാളികൾ. ചാക്കോയുടെ കടയിൽ നിന്ന് ബീഡിയും മറ്റും വാങ്ങാനെത്തിയവരും ചായ കുടിക്കാൻ വന്നവരും. ചിലർ പള്ളിയുടെ ഉയരം കുറഞ്ഞ മതിലിൽ ഇരിപ്പുണ്ട്. വൈരൻ ഇന്ന് വരുമെന്ന് കേൾക്കുന്നു ചാക്കോച്ച, ഒരാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചാക്കോ മിണ്ടിയില്ല. അയാളും കേട്ടതാണ് ഈ വിവരം. അപ്പോൾ മുതൽ ചെങ്കിടിപ്പേറിയതുമാണ്. പൊടുന്നനെ ഒരു ജീപ്പിന്റെ നീണ്ട ഹോൺ. ഏവരും അങ്ങോട്ട് നോക്കി. ചുവന്ന ജീപ്പ്. കർത്താവേ! ചാക്കോ നെഞ്ചിൽ കൈവച്ചു. അയാളുടെ കടയ്ക്ക് തൊട്ടുമുന്നിൽ വന്ന് ജീപ്പ് ബ്രേക്കിട്ടു. ആളുകൾ പെട്ടെന്ന് കടയുടെ അടുത്തുനിന്ന് അകന്നു. ഡ്രൈവറുടെ ഇടതുഭാഗത്തെ സീറ്റിൽ നിന്ന് വൈരൻ പുറത്തേക്കിറങ്ങി. കൈകൾ അന്തരീക്ഷത്തിൽ ഒന്ന് വീശി കുടഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഏത് നായിന്റെ മോന്മാരാടാ ഒരു വരുത്തൻ പട്ടിയെ ഇവിടുത്തെ നേതാവാക്കി പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്? അനക്കമില്ല. വൈരൻ അട്ടഹസിച്ചു. ഞാൻ ചത്തുപോകുമെന്ന് നീയൊക്കെ കരുതി അല്ലേടാ? എന്നാൽ കണ്ണു തുറന്നത് കണ്ടോടാ വൈരൻ ജീവനോടെ നിൽക്കുന്നത്. എനിക്ക് ഇരട്ടച്ചങ്കാണടാ. ആർക്കും ചലനം പോലുമില്ല. മാസ്തിയും മറ്റും ഇറങ്ങി ജീപ്പിൽ ചാരി വെറും കാഴ്ചക്കാരെ പോലെ നിന്നു. വൈരൻ ചാക്കോയുടെ കടയ്ക്ക് നേരെ ചെന്നു. ചാക്കോയുടെ കാൽവിരൽ മുതൽ വിറച്ചു തുടങ്ങി. ആ നേരത്താണ് അപ്പോസ് ബസ് കൊളവള്ളിയിലെത്തിയത്. പണി കഴിഞ്ഞു വന്ന അരുണയും ലക്ഷ്മിയും ആ ബസ്സിൽ ഉണ്ടായിരുന്നു. മാസ്തി വന്ന് വൈരന്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. കുങ്കുമം വീണതുപോലെ വൈരന്റെ കണ്ണുകൾ ചുവന്നു. ക്രൂരമായ ഒരു ചിരിയോടെ അയാൾ വെട്ടിത്തിരിഞ്ഞു. അരുണയും ലക്ഷ്മിയും കണ്ടു കഴിഞ്ഞിരുന്നു അയാളെ. അവരുടെ നെഞ്ചിനുള്ളിൽ നടുക്കത്തിന്റെ ഒരു തീക്കനൽ പാളി വീണു. തിടുക്കത്തിൽ മുന്നോട്ട് നടക്കാനാഞ്ഞ ലക്ഷ്മിയെ കൈകൾ വിരിച്ചു പിടിച്ച് വൈരൻ തടഞ്ഞു. നിൽക്കടി! ലക്ഷ്മി ഞെട്ടലോടെ മുഖമുയർത്തി. വൈരൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ക്രൂരമായി ചിരിച്ചു. ഈ കൊളവള്ളിയിലെ ജനങ്ങൾ കാണുകെ നിന്റെ ആങ്ങളെ എനിക്കൊരു സമ്മാനം തന്നിരുന്നു, കത്തികൊണ്ട്. അവനിപ്പോൾ ജീവനോടെ ഉണ്ടേലും ഇല്ലേലും അവന്റെ പെങ്ങൾക്ക് ഞാൻ തരാൻ പോകുക ഒരു സമ്മാനം. ഛി! ലക്ഷ്മി വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ ഭാവിച്ചു. പക്ഷെ ഞൊടിയിടയിൽ വൈരൻ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ കുതറി. പക്ഷെ പുലിയുടെ പിടിയിലമർന്ന ഒരു മുയലിന്റെ പിടച്ചിൽ പോലെയായിരുന്നു അത്. വൈരൻ അട്ടഹസിച്ചു. നായിന്റെ മോളെ, നിന്നെ ഉടുതുണിയില്ലാതെ ഒന്ന് കാണട്ടടി ഈ കുളവള്ളിക്കാര്. അയാൾ അവളുടെ സാരിത്തലപ്പിൽ പിടിച്ചിട്ട് അവളെ പിന്നോട്ട് തള്ളി. ലക്ഷ്മി നിലവിളിച്ചുകൊണ്ട് സാരി വലിയുന്നതനുസരിച്ച് ചുറ്റിത്തിരിഞ്ഞു. സാരി വൈരന്റെ കയ്യിൽ. കൗരവസഭയിൽ എത്തിപ്പെട്ട ദ്രൗപദിയെ പോലെയായി ലക്ഷ്മി. പാവാടയും ബ്ലൗസും മാത്രം അവശേഷിച്ച അവൾ കൈകൾ പിണച്ച് മാറിടം മറച്ചു. വൈര! അരുണ അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഇടം കൈകൊണ്ട് അവളെ നീക്കിത്തള്ളി വൈരൻ. വീണ്ടും ലക്ഷ്മിയെ പിടികൂടി. അവളുടെ ബ്ലൗസ് വലിച്ചു കീറാൻ ഭാവിച്ചു. ജനങ്ങൾ അത് കാണാനുള്ള കരുത്തില്ലാതെ കണ്ണുകൾ ഇറുക്കിയടച്ചു. തുടരും.